നാക്കില്ല കുന്നിനറിയാം നാടില്ല കാട്ടിനറിയാം നാക്കില്ല കുന്നിനറിയാം നാടില്ല കാട്ടിനറിയാം പാണന്റെ പൊന്നൊടുക്കിലെ നാടോടിത്താളം ഈ നാടോടിത്താളം ആണപ്പുഴ പാടി നീട്ടി നന്ദുണിപ്പാട്ട് ചിറകുവിരുത്തി പത്തുതിക്കും താണ്ടി നാടു തെണ്ടി പക്ഷിയത്ത് ഇക്കരക്കടവിൽ ഒരു ദേവരം കിളി മൂളിയത്തി കാക്കരക്കടവിൽ രാവുറങ്ങും കടമ്പിറപ്പോ പുലരിവട്ടം കൂട്ടിറങ്ങി കൂട്ടിലെ പൂവരം കിളി കൂട്ടുപാടി പാണപ്പുഴ പാടി നീട്ടി നന്ദുണിപ്പാട്ട് കൊമ്പ് കുലുക്കി കാടിളക്കും കോടുമായി പാതാളത്തരുന്തിറങ്ങി പടപ്പറമ്പിൽ അന്ന് ദേവരം കിളിപ്പോരിടത്തിൽ ജയിച്ചിറമ്പി വീരനാമം പരമ്പരയായി വിളക്ക് വച്ച് വാഴ്ത്തി വന്നു നാട്ടിലെ നാവുമരങ്ങൾ കിളച്ചു നിന്നു പാണപ്പുഴ പാടി നീട്ടി നന്ദുണിപ്പാട്ട് ചൊല്ലാ കഥയിലെ കാണാ പൊരുളിലെ ചൊല്ലാ കഥയിലെ കാണാ പൊരുളിലെ മേളങ്ങൾ തുയിലുണർത്തിയ നന്ദുണിപ്പാട്ട് നന്ദുണിപ്പാട്ട് പാണപ്പുഴ പാടി നീട്ടി നന്ദുണിപ്പാട്ട് ചായ ചായ ഇല്ലേ? ഉണ്ട്. എത്രണ്ണ? ഒരു 4 എണ്ണം. ലേശം തീങ്ങരുത്. എവിടെന്നാ? കുറച്ച് ദൂരെ. എന്നാലും ഒരു നാടില്ലാണ്ടിരിക്കുവോ? ഇനി കുറച്ചു ദിവസം ഞങ്ങളുടെ നാട് ഇതാണ്. വീണടം വിഷ്ണു ലോകം, സൈക്കിൾ യജ്ഞം, വിവിധ കലാ കായിക പ്രകടനങ്ങളും അഭ്യാസങ്ങളും, നൃത്യങ്ങളും. ഞാൻ പ്രൊഫസർ പരമൻ. ഞാൻ ഭീമരാജൻ, പ്രൊഫസർ അല്ല. ഇത് കുമാരി കസ്തൂരി. ഇവിടത്തെ നാട്ടുകാരാ. ഞാനുമായിട്ട് അതെ, കുറച്ചു ദിവസം ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വേണമായിരുന്നു. വല്ല ഗ്രൗണ്ടോ പറമ്പോ മൈതാനോ. അതെ, അങ്ങനെ ഒരു സ്ഥലം ഇപ്പൊ എവിടെയാ കിട്ടുക? എവിടെയാ കിട്ടിയ കൃഷിപ്പെട്ടുകാരെ? ആ വടക്കേക്കര അച്ഛനായുടെ തറവാടിനടുത്തുള്ള ആൽപ്പറമ്പ് പറ്റുമോ പോയിട്ട് നിങ്ങൾക്ക്? കഴിഞ്ഞവണ ഉത്സവത്തിന് തൃശ്ശൂർക്കാർ വന്ന് നാടകം കളിച്ച് അവിടെയായിരുന്നല്ലോ. മതി, ധാരാളം മതി. നാടകത്തിന്റെ സ്ഥലം എന്ന് പറയുമ്പോ നമുക്ക് കൂടുതലാ. ചായ. സ്ഥലം വല്ല ശരിപ്പെട്ടോ? ഇവിടെ അടുത്ത് പറ്റിയൊരു പറമ്പുണ്ട് അത്രേ. ഇവിടുന്ന് 100 വടക്കോട്ട് എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞാ ഒരു ഊട് വഴി കാണാം. അത് നേരെ ചെന്ന് നിൽക്കുന്ന വടക്കേക്കര തറവാട്ട് മുന്നിലാണ്. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. അവിടെ ചെന്ന് ആരോടാണ് അനുവാദം വാങ്ങേണ്ടത്? അച്യുതൻ നേര്. മൂപ്പര് ഒരാളെ ഉള്ളൂ തറവാട്ടിലാണായിട്ട്.
ആളെങ്ങനെ നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ല. കാലെണ്ണ കിട്ടുന്ന കാര്യമാണെന്ന് അറിഞ്ഞ അച്ഛനാര് കവന്ന് കാലേ വീഴും. ഞങ്ങളുടെ ആശാനാ, നാട്ടുകാരാ. ഇവിടത്തെ പരിസരത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയായിരുന്നു. നല്ല സ്നേഹമുള്ളവരാ. ആരും ഇല്ല അവിടെ. അച്ഛനാരില്ലേ അവിടെ? അച്ഛനാരല്ല എന്റെ അച്ഛനാ. അപ്പൊ അച്ഛൻ നായരില്ലേ ഇവിടെ? അച്ഛാ ആരോ തെണ്ടി വന്നിരിക്കണോ? ഭീമൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അതാ വന്നിരിക്കുന്നു വിളിച്ചു പറഞ്ഞത്. അച്ഛനെ ഒന്ന് വിളിക്കോ മോളെ. അച്ഛനെ കാണാനാത്രേ. അച്ഛൻ നായര് അച്ഛനെ ഒന്ന് കാണാൻ താല്പര്യപ്പെടും. അച്ഛാ ഇനിയുണ്ടോ ചേച്ചി? ആരാ ഇത്? ഓടിയപ്പുറത്ത്. ആരാ? എന്താ വേണ്ടേ? സൈക്കിൾ യജ്ഞോ അഭ്യാസമായിട്ട് നടക്കുന്നവരാ. ആയിക്കോട്ടെ, അതിന് ഞാനെന്താ ചെയ്യണ്ടേ? വടക്കേപ്പുറത്ത് ആൽപ്പറമ്പ് ഞങ്ങൾ കണ്ടു. മുമ്പ് സർക്കസും നാടകമൊക്കെ നടന്ന സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ അപ്പൊ നേരെ ഇങ്ങോട്ട് പിടിച്ചൂലേ? വേണ്ട, ഇവിടെ അങ്ങനത്തെ യാതൊരു അഭ്യാസം വേണ്ട, പൊക്കോളൂ. ആള് കൂടാനും ഞങ്ങൾക്ക് നിന്ന് കളിക്കാനും പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടാണ്. വാടക എന്താച്ചാൽ മുടങ്ങാതെ ഇവിടെ തന്നോളാം. അല്ല, വാടകയ്ക്കായാലും അതിപ്പോ വാടക എന്ന് കേൾക്കുമ്പോഴേക്കും അലച്ച് കാണിച്ച് എടുത്ത് ചാടണ്ട കേട്ടോ. തമ്പുരാൻ എപ്പോഴാ വന്ന് കേറുന്നതെന്ന് അറിഞ്ഞൂടാ. ഈ പെട്ടിപ്പാട്ടും ആളും കൂത്തുമൊക്കെ അദ്ദേഹത്തിന് പിടിക്കും തോന്നുന്നുണ്ടോ? വേണ്ടാന്ന് വെക്കാ എളുപ്പാ. ഒരണ കിട്ടിയ അതാ ഇല്ലേ വിലാസിനി. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. അന്യനാട്ടിൽ നിന്ന് ഇത്രടം വരെ വന്ന് ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ചേപ്രല്ലേ? ആ, പെട്ടിപ്പാട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവല്ലോ. ഉണ്ടാവും. കഴിയുന്നതും കുറച്ചോളാം. ആ, കുറയ്ക്കണം. അതുകൊണ്ടായില്ല. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ജയവർദ്ധന തമ്പുരാന്റെ മകൻ പ്രതാപവർമ്മ തമ്പുരാന്ന് കേട്ടിട്ടുണ്ടോ? രാജ്യഭരണം കയ്യിലില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പോഴും രാജാവാ. ഈ തറവാടിന് വേണ്ടപ്പെട്ട ഒരാളുവാ. എപ്പോഴാ വരിക പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, തമ്പുരാൻ വന്നാ പോണ വരെ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കരുത്. ഇല്ല, വലിയ ഉപകാരം. വാടക മുടങ്ങാതെ ഇവിടെ കൊണ്ടു തരണം. ഒരു മുടക്കം വരുന്നില്ല. എന്നാ എന്താ ചെയ്തോളൂ. ശരി. സ്നേഹമുള്ള അമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സൈക്കിൾ യജ്ഞം നടത്തി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞ സുപ്രസിദ്ധ സൈക്കിൾ യജ്ഞിസ്റ്റ് പ്രൊഫസർ പരമൻ, അതായത് ഞാൻ, അടിക്കടേ, ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് വടക്കേക്കര ആൽപ്പറമ്പിൽ വെച്ച് സൈക്കിൾ യജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഞങ്ങൾ വടക്കേക്കര ആൽപ്പറമ്പിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. എന്റെ അഭ്യാസ പ്രകടനങ്ങളോടൊപ്പം കുമാരി കസ്തൂരിയുടെ നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ആ ശങ്കുവാസന്റെ കാര്യം കൂടെ പറ. പ്രധാന കളി മുഴുവൻ അങ്ങനെയല്ലേ? എൻ.പി. ശങ്കു എന്നൊരാളുടെ ചില കൊച്ചു കൊച്ചു അഭ്യാസ പ്രകടനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. വരുവിൻ, കാണുവിൻ. മനസ്സിനകത്തൊരു പെണ്ണ്, മയിൽ പീലി കണ്ണ്, പാമ്പുള്ളി ചോണങ്ങ്, വരുവിൻ, കാണുവിൻ. വടക്കേക്കര ആൽപ്പറമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന തൊഴിഞ്ഞു നോക്കുന്നു കള്ളന്മാരെ. അച്ഛന് നേരം ആവാറായി. കൃത്യസമയത്ത് അധികാരി ഇനി വരും. ആളും കൂടി. ശങ്കു നമ്മളെ ചതിക്കോ? ഇപ്പൊ ഇവനല്ല, നിനക്കാ കരുതാൻ. ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ശങ്കുവിന്റെ അത്ഭുത അഭ്യാസങ്ങള് ആന ചേനാന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സമയത്തിനവ എത്തിയില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ വിടൂല. നീ ഇന്നലെ വന്നത് 8-9 വയസ്സ് മുതല് ഈ ഗോവിന്ദനാഥാന്റെ കൂടെ ശങ്കും. അവനെ വിറ്റാ നമ്മളെല്ലാം കഞ്ഞി കുടിച്ചു പോണത്. അല്ലാതെ നീ ഈ സൈക്കിളിൽ വട്ടം കറങ്ങിയിട്ടല്ല. തലമണയം വെച്ചായാലും അവനോട് എത്തും. അവൻ ഗുരുത്തുള്ള കൊറേ നേരമല്ല ഇതുവല്ല നടക്കോ? ഇപ്പൊ തുറക്കും. തുടങ്ങാൻ താമസിക്കുമെങ്കിൽ റിക്കാർഡിട്ട് ആ പെണ്ണിനെ വിട്ട് 2 ആട്ടം ആടിപ്പിക്കും. അതെ, സമയമാകുമ്പോ ആടും പാടും കേട്ടാ. നിങ്ങളാണോ പ്രൊഫസർ പരമൻ? കേട്ടിട്ടുണ്ടല്ലേ? ഏത് കോളേജിലെ?
കോളേജിലൊന്നല്ല, ഞാനിങ്ങനെ സൈക്കിൾ നടത്തിയിട്ട് ഇങ്ങനെ അവിടെ സമയത്തൊക്കെ തുടങ്ങിയില്ലെങ്കിൽ കളിയാക്കിയൊന്നുമല്ല. കണ്ണും കാതും കേൾപ്പിക്കില്ല തോന്നണേ. ഇങ്ങനെയുണ്ട് ഒരു ബഹളം. വിളിക്കാൻ തേച്ച് പാണ്ടായല്ലോ എന്റെ ഭഗവാനെ. വിളിച്ചോ? വിളിച്ചു. എന്തേ? നിന്നല്ല ഭഗവാനെ. ഓ, പിന്നെ ഈ നായരെ വിളിക്കുന്നു പറഞ്ഞ് ആശിച്ച് കാത്തിരിക്കുകയല്ലേ ഭഗവാൻ വിളിയേക്കാൻ. ഓ, തമാശയായിരിക്കും. പണ്ട് ബന്ധാലോചിച്ച് നിന്റെ തറവാട്ടിലേക്ക് വരുന്ന വഴിക്ക് നാട്ടുകാരൊക്കെ പറഞ്ഞു വിലാസിനിയല്ലേ വലിയ തമാശക്കാരിയാണെന്ന്. എന്നിട്ടിപ്പോ എന്തുണ്ടായി മൂപ്പർക്ക്? ഉണ്ടായി, എമ്പാടുണ്ടായി. ഈ തമാശക്കാരുടെ കഴുത്ത് താലി കെട്ടിയ അന്ന് മുതൽക്ക് തുടങ്ങിയതല്ലേ ഐശ്വര്യങ്ങൾ ജാഥയായിട്ട് വരാൻ. നാട് തണ്ടി നടക്കുന്ന സർക്കസുകാരുടെ എന്ന് വല്ലതും കാരണം കിട്ടിയാ ഇപ്പൊ അതും വലുത് എന്ന് വിചാരിക്കേണ്ട വരെ എത്തി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പാങ്ങോട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് 5 ആന ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലേ വടക്കേക്കൻ ഉത്സവത്തിന് 10 ആന ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടെ തറവാട് സ്വത്ത് വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് എന്റെ ഐശ്വര്യക്കുറവൊന്നും അല്ല. സദ്യക്കും സർവാണിക്കും തറവാട്ടിലെ ഉരുളിയും വാർപ്പും വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കേട്. തലച്ചോറില്ലാത്ത ഒരു നായരുടെ കൂടെ ഇറങ്ങി പോരേണ്ടി വന്നല്ല ദൈവമേ എനിക്ക്. എവിടേക്കാണാവോ തമ്പുരാട്ടുമാര് കുളിച്ചൊരുങ്ങി? ആൽപ്പറമ്പിലെ കളി. അയ്യ, ഇങ്ങോട്ട് കയറി പറയാത്ത നേരത്തെ മുച്ചീർപ്പം കൊലക്കാന്ന് പറഞ്ഞു. ഇത് തന്നെ ഭഗവാനേ. ആശാൻ അനുഗ്രഹിക്കും. മൂന്നാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സൈക്കിളൊക്കെ പരിപാടി സ്ഥലം അധികാരി ശ്രീ മേക്കാത്തോട്ടി കൃഷ്ണനായരുമായി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ശംഖു വന്നിട്ടും വലിയ കാര്യമില്ല. കയ്യടി കേട്ടില്ലേ? ജനം മുഴുവൻ എന്റെ കൂടെ, പ്രൊഫസർ പരമന്റെ കൂടെ. സ്നേഹം കൊണ്ട് വിളിച്ചല്ലേ? സൈക്കിളിൽ ഇരുന്ന് ചുമ്മാ ഇറങ്ങാൻ എല്ലാവരെ കൊണ്ടും പറ്റും. അഭ്യാസം അഭ്യാസമൊക്കെ തുടങ്ങുമ്പോ തുടങ്ങും. കൂടുതൽ അഭ്യാസം ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അഭ്യാസം ഒന്നും അറിഞ്ഞൂടാ. മധുരപ്പതിനേഴിന്റെ മണിമുറ്റത്ത് മയൂര നൃത്തം ചവിട്ടുന്ന കുമാരി കസ്തൂരിയുടെ നൃത്തനൃത്യങ്ങൾ അങ്ങനെ വിവിധ കലാപരിപാടികളാണ് ഞങ്ങളുടെ. ഇതുവരെ അവൻ ചതിച്ചിട്ടില്ല മോളെ. അവന്റെ ആശാൻ ഞാനാ. എനിക്കുറപ്പുണ്ട് ഇത്തിരി വൈകിയാലും അവനിങ്ങെത്തും. ഒരു ദേവരം കിളി മൂളിയെത്തി കാക്കരക്കടവിൽ. ഭാരതത്തിലെന്നല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനലക്ഷങ്ങളുടെ മുമ്പിൽ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി പ്രമുഖരായ പല വ്യക്തികളിൽ നിന്നും നിരവധി കീർത്തിമുദ്രകളും മെഡലുകളും സമ്പാദിച്ച മാസ്റ്റർ ശംഖുവിന്റെ അത്ഭുത സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ജട്ടിപ്പിക്കുന്ന, കോരിത്തരിപ്പിക്കുന്ന, രോമാഞ്ചമണിയിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശംഖു ഇവിടെ കാഴ്ചവെക്കുന്നത്. കുട്ടികളാ ചേർന്ന് കൈയടിച്ച് മാസ്റ്റർ ശംഖുവിന് സൈക്കിൾ സവാരി നടത്തുവാൻ സീറ്റ് വേണ്ട, വെറും ഹാൻഡിൽ ബാർ മാത്രം മതി എന്ന് തെളിയിക്കുന്ന അഭ്യാസ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തതായി ഒറ്റവീൽ സവാരി. ഒറ്റവീലിൽ നിന്നുകൊണ്ട് മറ്റേ വീൽ പമ്പര പോലെ കറക്കുന്ന അത്ഭുതകരമായ കാഴ്ച കാണുന്ന സുഹൃത്തുക്കളെ, സൈക്കിൾ പമ്പര, സൈക്കിൾ പമ്പര. കുട്ടികളെല്ലാം ചേർന്നത് കൈയടിച്ച് ഇതാ പുറകെ പോകുന്ന എനിക്ക് മുന്നിൽ മാത്രമല്ല ഇതിലും ഒരു കണ്ണുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, തനിക്ക് സൈക്കിൾ സവാരിക്ക് 2 ചക്രങ്ങൾ ആവശ്യമില്ല, ഒറ്റ ചക്രം മതി എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അത്യത്ഭുത അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശംഖു അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സംഭാവനയുടെ കാര്യം മറന്നു പോകരുത് സുഹൃത്തുക്കളെ. നിങ്ങൾ വിലയേറിയ സംഭാവനകൾ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. കുട്ടിയെല്ലാം ചേർന്ന് കൈയടിച്ച് അടുത്തതായി മായാജാല പ്രകടനങ്ങൾ. കുട്ടിയെല്ലാം ചേർന്ന് കൈയടിച്ച് നിങ്ങളെ ഏവരെയും രോമാഞ്ചമണിയിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, കോരിത്തരിപ്പിക്കുന്ന ജനകൃതോടാധിപതി കുട്ടേർ ജനാധിപനെ
ഇല്ലല്ലോ? ഒന്നുമില്ല മാസ്റ്റർ. ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ദാ നോക്കണം. നോക്കണം നോക്കണം. ആ അടിക്കൈ. അടിക്കൈ. മാജിക് അയ്യേ ഇത് കൊച്ചു പിള്ളേരെ കാണിക്കും. വായിന്ന് നാരങ്ങ എടുക്കുന്നു. ഇവിടെ ഓരോരുത്തർ വായിന്ന് വിമാനം എടുക്കുന്നു. നിങ്ങളെ എവരെയും അത്ഭുതപ്പെടുത്തുന്ന രോമാഞ്ചമണിയിക്കുന്ന അതിഭയങ്കരമായ തട്ടിപ്പ്. അടുത്ത ഐറ്റം. യുവമാര് വേറെ വേലയില്ല. ഇതാ അടുത്ത ഐറ്റം രക്തത്തണ്ണീർ എന്ന ഐറ്റമാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ? ദാഹിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്ന സുഹൃത്ത് വരൂ. ദാഹിക്കുന്ന സുഹൃത്ത് ദയവായി ഞങ്ങളുടെ മുന്നിലേക്ക് വരിക. അതല്ല, ഞാൻ തരാം. അടുത്തതായി ഇത് വെച്ച് രക്തത്തണ്ണീർ എന്ന ഐറ്റം അങ്ങനല്ല. ആരംഭിക്കുകയാണ്. എന്നെ തൊട്ടുകൊണ്ട് ശക്തിയായിട്ട് വലിക്കൂ. വലിക്കൂ. വരുന്നുണ്ടോ? വലിക്കൂ. വലിക്കൂ. ഇതാ നോക്കൂ കഴിക്കുന്നത്. ഇതാ നോക്കൂ. അങ്ങനെ വലിക്കൂ. അങ്ങനെ വലിക്കൂ. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ. സ്പർശിക്കുക പോലെ ചെയ്യാതെ വായുവിൽ കൂടി സ്വന്തം വായിൽ നിന്ന് വലിച്ചെടുക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ. ഇതൊന്നും മരുന്നില്ലല്ലോ. ഇതിനകത്തൊന്നും മരുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറ്റി ഇതാ മാജിക്. കുടിച്ചിട്ട് കള്ളം പറയരുത്. അയ്യോ ദൈവത്തിനാണ് ഇതൊന്നും മരുന്നില്ല. ഞാൻ കുടിച്ചിട്ടില്ലെന്ന്. കുടിച്ചെങ്കിൽ ഇത് ഇതിൽ കൂടെ വരും. അയ്യോ ഞാൻ ഇതാ നോക്കൂ. കുടിച്ചിട്ടില്ലെന്ന്. ഇതിൽ കൂടെ വരും. കുടിച്ചെങ്കില് കണ്ണടച്ചതാ ഇരുന്നോളൂ. ഇതാ ഈ സുഹൃത്തിന്റെ കള്ളത്തരം വെറും അയ്യേ അയ്യേ ഇതെന്താ? അയ്യേ ഞാനല്ല. ഞാൻ മരുന്നില്ല. അയ്യേ 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 കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇതാ ഞങ്ങളിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്ന അടുത്ത അടുത്ത ഐറ്റം കാബൂളിക്ക പേപ്പർ വാല. കാബൂളിക്ക പേപ്പർ വാല. ഇതാ എന്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളാണ്. കുറച്ച് പേപ്പറുകളാണ്. പേപ്പറുകൾ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? വരൂ വരൂ വന്ന് നോക്കാം. വരൂ നോക്കൂ. ഇതാ ഒരു സംശയം മുന്നിലേക്ക് ഉണ്ടോ? വരണം. ഇതാ നോക്കിക്കോളൂ. എന്തെങ്കിലും അതിന്റെ അകത്തുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ അതില്? ഒന്നുമില്ലല്ലോ. ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതാ, ഒന്നുമില്ല. ഇതിലോ? അത് വീട്ടിൽ കൊണ്ടുപോയിക്കോ. വീട്ടിൽ കൊണ്ടുപോയിക്കോ. ആ പയ്യോളൂ. അടുത്ത ഐറ്റം. ഞാൻ ഈ പേപ്പർ തിന്നാൻ പോകുന്നു. ഇത് അടുത്തതായി ആ പേപ്പർ കഷ്ണങ്ങൾ മുഴുവൻ അദ്ദേഹം തിന്നുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ചവച്ചരച്ച് കഴിക്കുകയാണ് അദ്ദേഹം. ഇതാ ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, കഷ്ണങ്ങളായി വായ്ക്കുള്ളിലേക്ക് പോയ പേപ്പറുകൾ മാല മാലയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. കുട്ടികളെ ചേർത്ത് കൈയടിച്ച് അടിക്കൈ. സംഭാവനയുടെ കാര്യം ആരും മറന്നു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ഞങ്ങളുടെ അടുത്ത ഇനം ജനക്ക് പായൽ പാല് അഥവാ നിറം മാറുന്ന തൂവലുകൾ. ഇതാ ഇത് കണ്ടല്ലോ, വെറും ഒരു പേപ്പർ. ഇതാ ഇത് വെറും ഒരു പേപ്പർ മാത്രമാണ്. സംശയമില്ലല്ലോ. സംശയമില്ല. ഞാൻ ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുന്നു. ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുകയാണ്. പോലാക്കുന്നു. കുഴൽ പോലാക്കുന്നു. കുഴൽ പോലാക്കുന്നു. എന്നിട്ട് ഞാൻ ഈ തൂവലെടുത്ത്, തൂവൽ കണ്ടല്ലോ, ഇതിന്റെ എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. അകത്തേക്ക് ഞാൻ ഇടുകയാണ്. ഇതാ കുഴലിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അത്ഭുതകരമായിട്ട് ഇതാ മറ്റൊരു തൂവൽ ഞാൻ എടുക്കുന്നു. മറ്റൊരു തൂവൽ. അടുത്ത ഞാൻ ദാ ഒരു വെള്ളത്തൂവൽ ഇതിനകത്തേക്ക് ഇടുകയാണ്. വെള്ളത്തൂവൽ. എന്നിട്ട് ഞാൻ എടുക്കുന്നതോ ഒരു വയലറ്റ് സുഹൃത്തുക്കളെ, സംശയം നോക്കണു. ഇത് വെറും ഒരു പേപ്പറാണ്. ഇതാ ഒരു മാന്യ സുഹൃത്ത് ഒരു നോട്ടുമാലയുമായി വരുന്നുണ്ട്. നിൽക്കു സുഹൃത്തെ, എന്താണ് പേര്? കാക്കരക്കടവ് തമ്പി. കാക്കരക്കടവ് തമ്പി എന്നൊരു മാന്യ സുഹൃത്ത് ഇതാ ഒരു നോട്ടുമാല സംഭാവന ചെയ്തിരിക്കുന്നു. ആളുകൾ പറയണ കേട്ടു വലിയ അഭ്യാസമൊക്കെ ആയിരുന്നു. എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം? ഞാനും പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അത് ചേട്ടന്റെ ശരീരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. തോന്നിയല്ല, തോന്നും. ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാ മനസ്സിലാവൂ. ഒരു കള്ളുകൂടിയന് മാത്രമേ മറ്റൊരു കള്ളുകൂടിയനെ കണ്ടാ മനസ്സിലാവൂ. ബ്രഹ്മവിലാസം സർക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഞാനൊരു 10 വർഷം മുട്ട ചേർന്നു. ഒരു 2-3 മുട്ടയും കൊണ്ടുപോവാ. 5-6 കൊണ്ടുവരാ. 5-6 എന്തൊരു തീറ്റയും കുടിയോ ഇത്. ഇതെന്തോ തീറ്റ. ഞാൻ പണ്ട് ബ്രഹ്മവിലാസം ഹോട്ടലില് ആനയെ വിഴുങ്ങി ഒന്ന് മിണ്ടായിരിക്കണുണ്ടോ? ചേട്ടാ, അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസന്റ് ആയിട്ടേ പെരുമാറാവൂ. അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസന്റ് ആയിട്ടേ പെരുമാറാവൂ. റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് എന്താ പ്രശ്നം?
ഒന്നുമില്ലല്ലോ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതെന്റെ ഒരു നിർബന്ധമാ. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. എല്ലാരും സന്തോഷമായിരിക്കണം. ചേച്ചി ചേട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. കേട്ടോഴി. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് മണ്ണ് അല്ല മൂക്ക് മണ്ണി മുട്ടുന്ന വരെ കുടിക്കണം. വയറ് പൊട്ടുന്നിടം വരെ വല്ലതും കഴിക്കണം. മരിക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണം. ചേട്ടൻ ഉറങ്ങിക്കോ. ചേട്ടൻ ഉറങ്ങിക്കോ. പക്ഷേ നീ പോയ ശേഷം പോയതിനു ശേഷം സുഖമായിട്ടോ ഞാൻ പോവാ. ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. റോങ് ആയിട്ടൊന്നും സംഭവിക്കാനും പാടില്ല. കേട്ടോ ചേട്ടാ. സോജാ രാജകുമാര സോജാ രാജകുമാര. ഒന്ന് വെളിച്ചത്തോട്ട് വരണം. ആ മോന്റെ ഒന്ന് കണ്ടോട്ടെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഒച്ച ഉണ്ടാക്കി ആശാനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അച്ഛൻ അറിയാൻ വയ്യല്ലോ മൂപ്പരെ. നല്ല പിള്ള. കസ്തൂരി എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരാഞ്ഞിട്ട്. എന്താ ഉറക്കം വരാത്തെ? എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട കേട്ടോ. വന്ന് വെട്ടി വിഴുങ്ങ. ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കണമെന്നുള്ള എന്റെ തലവിധിയാണല്ലോ. അതെ ഞാൻ ഷാപ്പിൽ നിന്ന് തിന്നു. ഇന്നിന് എനിക്കൊന്നും വേണ്ട. എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം? ദുഷ്ടാ, ഇവിടെ അങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ കണ്ടല്ലേ ഞാനിവിടെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കസ്തൂരി എന്റെ കസ്തൂരി നീ കസ്തൂരി എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. കഷ്ടമുണ്ട്. രാത്രി മുഴുവൻ ഉറക്കം വെച്ച് കാത്തിരുന്നപ്പോ ഷാപ്പിൽ നിന്ന് തിന്നേച്ച് വന്നെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെങ്കിൽ ഒരു ശകലം കഴിച്ചേക്കാം. കസ്തൂരി എന്റെ കസ്തൂരി. അയ്യോ, ഒരു ശകലം മതി എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വാദ് ആ ഷാപ്പിലെ അഴുക്ക. അയ്യേ. രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നവനെ ഒന്ന് ശ്രദ്ധിക്കാനോ സ്നേഹമായിട്ട് രണ്ട് വാക്ക് പറയാനോ ആർക്കും നേരമില്ല. പരമനൂര് നല്ല കാലം വരും. വരും. ഉള്ള കാലം മുഴുവൻ സൈക്കിളിമേ ഇങ്ങനെ ചുറ്റി ആയുസ് പോകുന്നത് തന്നെ മിച്ചം. കാലുമടക്കി ഒരു തൊഴിയെന്നാ ഉണ്ടല്ലോ. താഴെ വീഴും. വേണ്ട വേണ്ട. എങ്ങോട്ടാ? நான் காற்று வாங்க போனேன், ஒரு கவிதை வாங்கி வந்தேன், அது கேட்டு வாங்க போனேன், அந்த கண்ணு என்ன या गर्दिश में हूँ आसमान का तारा हूँ, आवारा हूँ या गर्दिश में हूँ आसमान का तारा हूँ, आवारा हूँ घरबार नहीं, संसार नहीं, मुझसे किसी को प्यार नहीं, मुझसे किसी को प्यार नहीं, उस पार किसी से मिलने का इकरार नहीं, मुझसे किसी को प्यार नहीं, मुझसे किसी को प्यार नहीं, सुनसान नजर अनजान नगर का तारा हूँ, आवारा हूँ
या गर्दिश में हूँ आसमान का तारा हूँ आवारा हूँ आवारा हूँ खुशी से गीत मगर गाता हूँ खुशी से गीत मगर कदमों से भरा सीने है मेरा मस्ती है मगर ये मस्त नजर दुनिया दुनिया में तेरे गीत का या तकदीर का मारा हूँ आवारा हूँ आवारा हूँ या गर्दिश में हूँ आसमान का तारा हूँ आवारा हूँ आवारा हूँ ചുമ്മാ ഇതൊക്കെ വച്ചു കേട്ടല്ലേ എവളൊക്കെ തട്ടിപ്പ് പാർട്ടികളല്ലേ? അതെങ്ങനെ നിനക്കറിയാം? നമ്മൾ ഇതത്ര കണ്ടേക്കുന്നു. എന്നാ പിന്നെ നീ എന്തിനാ വായി നോക്കാൻ വന്നേ? ഇതൊക്കെ ഒരു രസമല്ലേ? നമ്മളെ എന്താ പേര്? അയ്യപ്പൻ. നിങ്ങളുടെ സുബ്രു. എന്തിനാ ഒളിച്ചു തന്നെ? അയ്യോ ഒളിച്ചിരുന്നല്ല, നമ്മൾ കുളിക്കാൻ വന്നപ്പോ കുട്ടി കുളിക്കുന്നുണ്ട്. അപ്പൊ ഒരു രസത്തിൽ ഇങ്ങനെ മറിഞ്ഞിരുന്ന് നോക്കിയെന്നേ ഉള്ളു. എന്താ പ്രശ്നം? ഒന്നുമില്ല. അല്ലല്ല, എന്തോ പ്രശ്നമുണ്ട്. അയ്യോ ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഞാൻ കുറച്ചാണ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇത് ആണുങ്ങളുടെ ഇടമാണോ പെണ്ണുങ്ങളുടെ ഇടമാണോ എനിക്ക് അറിയില്ല. അപ്പൊ അവര് പറയുന്നത് ഇത് പെണ്ണുങ്ങളുടെ ഇടമാണെന്ന്, ഞാൻ പറയുന്നത് ആണുങ്ങളുടെ ഇടമാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. പോട്ടെ. അല്ലല്ലേ, റോങ് ആയിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. അത് ശങ്കുവിന് ചെറിയ നിർബന്ധമാണ്. എന്താ കാര്യം? എന്താ കാര്യം? അയ്യപ്പൻ പറഞ്ഞത് ആണ് പെൺവേഷം കെട്ടിയാണെന്ന്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിയാണോന്ന് അറിയാൻ വെറുതെ നോക്കാൻ വന്നതാ. അല്ല, അവൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ കാണിച്ചത് ആണും കയറുന്ന പണിയാണോ? അയ്യോ അല്ലല്ല. മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ അസ്ഥികളുടെ എണ്ണം കൂടും കേട്ടോ. പൊയ്ക്കോ പൊയ്ക്കോ. ദേ, അയ്യോ ഞാൻ പെണ്ണാണെന്നെല്ലാം നോക്കണ. നല്ല അടി കൊടുക്കണമായിരുന്നു രണ്ടെണ്ണത്തിനും. മനസ്സിലെ ന്യായമായ ഒരു സംശയം തീർക്കാനാ അവരവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയത്. എന്താന്ന്? സത്യത്തിൽ ആ സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നാട്ടുകാർക്ക് അത്ര സംശയം? നിന്നെ കണ്ടാലേ ഇയാണ് പെൺവേഷം കെട്ടിയതാണെന്ന് തോന്നുന്നു. എന്തോ ഒറ്റ ഇടി വെച്ചതുണ്ടല്ലോ. അടുത്ത കുടം നിങ്ങളെ അവിടെ പോയി കളിക്കാം. ശങ്കു, കുറെ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് കരുതണം. എസൻസ് കൂടി ജാസ്തിയാവാതെ നോക്കിയാൽ നന്ന്. ഊര് ചുറ്റി സർക്കസ് കളിച്ച് നടക്കുന്നവർക്ക് കരുതി വെക്കാൻ ഒരു സമ്പാദ്യമേ ഉള്ളൂ, ആരോഗ്യം. അത് നശിച്ചാ അവിടെ തീർന്നു. വിക്ടോറിയ സർക്കസുകാർക്ക് നിന്നെ ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളെ ആരെയും വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. എന്നാലും നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ചുമതല എനിക്കില്ലേ ശങ്കു? ഒറ്റയ്ക്കൊരു ഭാവി ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. പ്രായം അതാണ്, പാറി പറന്ന് നടക്കാനേ തോന്നും. ചിറകൊടിയുന്നൊരു കാലമുണ്ട്. അന്നത്തേക്ക് 10 കാശ് സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ ഇപ്പൊ വല്ല സർക്കസിലൊക്കെ പോയാൽ നിന്നെ കൊണ്ടതിന് പറ്റും. ഇല്ലെങ്കിൽ നാളെ നീയും ചിന്തിച്ചെങ്കിലോ, എടുത്തു വളർത്തിയെന്നൊരു കടപ്പാടിന്റെ പേരില് ഗോവിന്ദനാശാനും മോക്കും വേണ്ടി നാട് തണ്ടി നടന്ന് ജീവിതം തൊലച്ചോന്ന്. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു. വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. സാഹസികനായ ഈ യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെ കത്തുവിന്റെ ഓരോ പ്രവൃത്തികളും. എന്താ
എന്റെ കാര്യത്തിൽ കസ്തൂന് യാതൊരു ശ്രദ്ധയുമില്ല. അയ്യോ മാടനമ്പുരാനെ, വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കില്ല എന്റെ പൊന്നെ. എന്റെ മുത്തിന്റെ കാര്യത്തിലല്ലാതെ വേറെ ആരുടെ കാര്യത്തില എനിക്ക് ശ്രദ്ധ? വല്ലതും തിന്നോ? മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ. പിന്നെ എവിടെ ചെന്നാലും നാട്ടുകാരുടെ ഇടയില് ശങ്കുവിന്റെ പേരെന്താന്ന് അറിയാലോ? കുടിയൻ, താന്തോന്നി. അപ്പോ നാട്ടുകാര് കാണിക്കെ അവന്റെ കൂടെ ആടിപ്പാടി നടന്ന അത് കസ്തൂനും ചീത്തപ്പേര് വരുത്തും. അത് നമ്മുടെ ഭാവിയും ബാധിക്കും. പൊന്നെ എന്തോ? അയ്യോ കൈ തരിക്കുന്നു കണ്ണേ. എന്തിനാ? കരണക്കുറ്റിക്കൊന്നും തരാൻ. നാട്ടുകാർ മുമ്പിച്ച് തല്ലു വാങ്ങല്ലേ കഴുത. കാക്കരക്കടവ് നിവാസികളെ, നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു പ്രകടനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ടെൻകണക്കിന് ഭാരമുള്ള ഒരു കാറിനകത്ത് 10ഓളം മനുഷ്യരെ കയറ്റിയിരുത്തി ഡ്രൈവറുടെ സഹായമില്ലാതെ സ്വന്തം മുടിനാലിക കൊണ്ട് കെട്ടിവലിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാസ്റ്റർ ശങ്കു നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കാണൂ സുഹൃത്തുക്കളെ. ഒഴിച്ചാൽ വയറിന് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ അപകടമുള്ള ഈ കലാപ്രകടനം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതാ ഞങ്ങളുടെ കൊച്ചു സഹോദരി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നിങ്ങളാലാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതാ അത്ഭുതകരമായ രീതിയിൽ മാസ്റ്റർ ശങ്കു ഈ പരിപാടി വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 15ഓളം തീപ്പന്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അഗ്നിവളയമാണ് ശ്രീമാൻ ശങ്കുവിന്റെ കയ്യിലിരിക്കുന്നത്. തന്റെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയത്തിലൂടെ കടന്നു പോകുന്ന അത്യാപൽക്കരമായ സാഹസ പ്രകടനമാണ് ശ്രീമാൻ ശങ്കുവിന് അവതരിപ്പിക്കുവാൻ പോകുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, മനുഷ്യ മനസ്സാക്കിയെ കിടില കൊള്ളിച്ചുകൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അതിസാഹസ പ്രകടനങ്ങളാണ് നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീമാൻ ശങ്കുവിനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയം കടന്നു പോകുന്ന അത്ഭുതകരമായ കാഴ്ച കാണും സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങളുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ കൊച്ചു സഹോദരൻ ഇതാ വളരെ ഗംഭീരമായ രീതിയിൽ അദ്ദേഹം ഈ പരിപാടി ഇവിടെ വിജയിപ്പിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സംഭാവനയുടെ കാര്യം മറന്നു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ദേവി, സർവേശ്വരി, മഹാമായേ, ഇന്നും നടയടച്ചോ? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ? പിന്നെ എന്തിനാ നടയടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ? ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ? സത്യമായിട്ടും ഇല്ലല്ലോ? പിന്നെ എന്തിനാ ദേവി വെറുതെ റോങ് ആയിട്ട് ശങ്കു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ? പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശങ്കുവിന്റെ ഒരു നിർബന്ധമാ, ചെറിയൊരു നിർബന്ധം. ദേവി, ശങ്കുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തണ്ടി നടക്കുന്നൊരു പാവമല്ലേ ശങ്കു? ശങ്കുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ശങ്കുവിന് ദേഷ്യം വരും. മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി, തുറക്കാൻ. ദേവി, ദേവി, തുറക്കാൻ.
ഇവിടെയാ കിടപ്പ്. ആ ചേച്ചി ദേ നോക്ക്, തെക്കേപ്പറമ്പിൽ സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന ആളാ. സാവിത്രി കുട്ടിയോ? കാണാൻ കൊതിച്ചുല്ലോ നിന്നെ. ഈ വഴിക്ക് അമ്പലത്തിൽ പോക്കും വേണ്ടാന്ന് വെച്ചോ? ഇവിടെ ഒന്ന് കേറിയെന്നറിഞ്ഞ പിന്നെ ആ അച്ഛനേട്ടനത് മതിയല്ലോ. എന്നോടുള്ള വൈരാഗ്യം ഈ ജന്മം തീരില്ല മൂപ്പർക്ക്. അച്ഛമാമ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദിവസം ഉണ്ണിമാമയുടെ അടുത്ത് വരാൻ മുടക്കം വരുത്താറില്ലല്ലോ ഞാൻ. മോളുടെ പുറത്താണ് അല്ലേ? എല്ലാ ശാപങ്ങളും തുടങ്ങിയ ദിവസം. സുഭദ്ര മരിച്ചിട്ട് 23ാമത്തെ വർഷം. ഞാനത് എന്തേ ഓർക്കാതെ പോയി. ഉണ്ണിമാമയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും. കാക്കരക്കാവിൽ ഇപ്പോഴും മഞ്ഞച്ചമ്പകം പൂക്കണുണ്ടോ ആവോ? അത് അവക്ക് വേണ്ടിയാ പൂക്കണത് എന്നായിരുന്നു പറച്ചില്. മദ്രാസിക്ക് അയക്കാനുള്ള വീണ ഇതുവരെ അയച്ചില്ലേ? അന്ന് വരുമ്പോ തിരക്കിട്ട പണിയായിരുന്നല്ലോ ഉണ്ണിമാമ. ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. എത്ര ശ്രമിച്ചിട്ടും ശ്രുതി ചേരുന്നില്ലേ എന്നൊരു സംശയം. ആ സംശയങ്ങൾ തീരായി ഉണ്ണിമാമയുടെ കൂടപ്പിറപ്പാ. എത്രയായാലും തൃപ്തിയാവില്ല. തിരക്കും ബഹളവും ഏത് കച്ചവടത്തിനും ആവാം. ക്രിയേഷൻ അത് പറ്റുമോ? നിന്റെ കൈകൊണ്ട് ഒന്ന് മീട്ടി കെട്ടിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ പതിവും. ശ്രീകുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഇടയ്ക്ക് അവളെ എങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് സാവിത്രി തെണ്ടാൻ പോയില്ലേ? ഉണ്ണിമാമയുടെ അടുത്തൊന്ന്. ഉണ്ണിമാമ അന്നം തരണ പ്രതാപവർമ്മ തമ്പുരാന്റെ വായിലിരിക്കണ തെറി എന്നെ കേൾപ്പിച്ച് അടങ്ങൂല്ലേ? അദ്ദേഹത്തിന് കണ്ണെടുത്താ കണ്ടോടായി ഉണ്ണിമാമേ. ഈ കുടുംബത്തിന് ആരും അവനായിട്ട് ബന്ധപ്പെടുന്നത് തമ്പുരാന് ഇഷ്ടമല്ല, അറിയാലോ. ഉപകാരം ഏതായാലും ഇല്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. സംഗീതം അത്ര സംഗീതം, ആവശ്യത്തിന് സംഗീതം, അത്യാവശ്യത്തിന് ദൈവദോഷമൊക്കെ ഇവിടെയും കയറി വന്നൂലോ. എന്നിട്ട് മതിയായില്ലേ? പെൺകുട്ടിയോട് നാളെണ്ണം വേറെ ഉണ്ട് ഇവിടെ. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ സാവിത്രി കുട്ടി എന്തിനാ വെറുതെ? അച്ഛമാമയുടെ ഇഷ്ടം അനിഷ്ടം തീരുമാനിക്കുന്നത് തമ്പുരാനാ. ആ തമ്പുരാൻ തീരുമാനിച്ച നമ്മളാരും ഉണ്ണിമാമയെ കാണാൻ പാടില്ലെന്നാണോ അമ്മൂമ്മയും പറഞ്ഞു വരുന്നത്? അവിടെ പോണ്ടെന്നും ഉണ്ണിയെ കാണണ്ടെന്നും അമ്മുമ്മ പറയില്ല കുട്ടി. പണ്ടും എന്റെ മക്കളെക്കാളേറെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. കേസിന് പോണ ദിവസം അച്ഛന് കലിയും തുള്ളിലും കുറച്ച് ഏറിയാ. സാവിത്രി ചേച്ചിയാണെങ്കിൽ മറുത്തൊരക്ഷരം പറയില്ല. അച്ഛൻ നാളെ മടങ്ങുള്ളൂ അത്രേ. ചേച്ചി, ആൽപ്പറമ്പിൽ കളി കാണാൻ പോവാ നമുക്ക്. ഒരാള് ജീവനോടെ കുഴിച്ചിടും അത്രേ. അപ്പൊ അയാള് മരിച്ചോല്ലേ? അയ്യേ, ഈ മിനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല. അതൊക്കെ കങ്കട്ടാടി. കങ്കട്ടാര് ഒരു കാലത്തും മരിക്കൂലേ? ചേച്ചി 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 വരുമോ ഞങ്ങളുടെ കൂടെ? ചേച്ചിയില്ല, ഇതൊക്കെ കുട്ടികൾ കണ്ട കളിയല്ലേ. കുഞ്ഞുലക്ഷ്മി, അമ്മ തുടങ്ങി. ഇതാ 9:50. 9:50. ഇങ്ങനെ പാവങ്ങൾ പിഴിഞ്ഞെടുക്കല്ലേ. കടലാണോ?
നിക്കടിയോടെ ആ സാധനം എടുത്തേ. ശരിക്കും നോക്കിയില്ലേ? ഇതല്ല കട്ടെടുത്ത സാധനം ഇങ്ങനെയാ പറഞ്ഞേ. കട്ടെടുത്തുന്നോ? ദേ അനാവശ്യം പറയരുത് കേട്ടോ. വീണെടുത്ത് കിടന്നുള്ളാതെ അതിങ്ങടുത്ത് കൊടുത്തേക്ക് പെണ്ണേ. എന്തോ സാധനം കൊടുക്കാൻ അയാൾ പറയുന്നേ? നീ കട്ടെടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോടി കള്ളി. കള്ളി നിങ്ങളുടെ അടിച്ചു ഞാൻ. ആ അതിങ്ങ് കൊടുക്കടി. എന്തോന്നാടോ കൊടുക്കണ്ടേ? മര്യാദക്ക് സാധനം തന്നില്ലെങ്കിൽ പിടിച്ചാൻ പോലീസിലേപ്പിക്കും ഓ പറഞ്ഞേക്കാം. പോലീസ് കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ചുമ്മാ നിൽക്കുന്നതിനെ പിടിച്ചോണ്ടുവന്നാലാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാരെന്നാ പറയുന്നത്. നിഷ്കളങ്കരായ ജനങ്ങളെ പിടിച്ചോണ്ടുവന്ന പോലീസ് എന്തൊരു പോലീസാണ് എന്റെ അമ്മോ. പിന്നെ വരട്ടെ കൈയിരിക്കട്ടെ. പോലീസ് കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവളെ ഈ കടയിൽ നിന്ന് സോപ്പ് ഈ കടയിൽ നിന്ന് സോപ്പ് ഓടിച്ച് നിൽക്കാൻ അതാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നത്. പോലീസിനെ പോകാം. പോലീസിനെ പട്ടാളത്തിൽ വിളിക്കേണ്ട കാര്യമില്ല. കാര്യമില്ല. നമുക്ക് അവളെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാം. എനിക്ക് വേറെ ചില സംശയങ്ങളുണ്ട്. പരിശോധനയൊക്കെ അതിന്റെ വീട്ടിൽ എന്താ പ്രശ്നം? എന്താ കടയിൽ നിന്ന് സോപ്പ് പൊട്ടിച്ചു? ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ചേട്ടി പോലീസിലേപ്പിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശരിയാണോ? ആണോ? നീ കേട്ടോ? പിന്നെ ആരാ കണ്ടത്? ഇയാള് കണ്ടു. ഇയാൾ എന്തുവാ കണ്ടത്? ഈ കുട്ടി കടയിൽ അങ്ങനെ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കണ്ടു അത് എന്ത് ചെയ്തെന്ന് പറയണം. റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? ഞങ്ങൾ എന്താ തെരുവ് ജീവിക്കുന്നവർക്ക് മര്യാദ ഇല്ലെന്ന് വിചാരിച്ചോ? നീ നടക്കുമ്പോളെ വളരെ മോശമായിപ്പോ കേട്ടോ. സോപ്പ് ഞാൻ തരാം. താൻ കണ്ടു പറഞ്ഞേ. നീ ഞാൻ കണ്ടതാണോ? ഒരു പാവം പെൺകുട്ടിയുടെ മാനം നടു റോഡിൽ വെച്ച് പൊട്ടിത്തെറിക്കണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇറങ്ങിക്കേ. ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യം പറയാത്ത കുമാരി കസ്തൂരി അണ്ണനോട് സത്യം പറ. അവിടെ നിന്ന് എന്താ അടിച്ചു മാറ്റിയത്? അടിച്ചു മാറ്റാതിരിക്കണമെങ്കിലേ കസ്തൂരി കസ്തൂരി അല്ലാതായിരിക്കണം. ഇങ്ങെടുത്തേ. എന്തോന്ന്? ഇങ്ങെടുക്കാൻ. ഒരു വാസന സോപ്പ്. ഇതാ മോളെ, പട്ടിണി കിടന്നാലും മോഷ്ടിക്കരുത്. ആര് കണ്ടില്ലേലും ദൈവം കാണും. ഞാൻ ഇതെടുത്തത് മറ്റേ ദൈവത്തിനെന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിക്കുന്നത് മതി. അല്ലാത്തൊന്നും ആശിക്കരുത്. മോക്ക് എന്ത് ആവശ്യമുണ്ടല്ലോ എന്നോട് പറഞ്ഞാ പോരെ. നമുക്കിനി ആ ശീലം വേണ്ട. നീ കയറ. എങ്കിൽ നടന്നു വാ. സൈക്കിൾ അഭ്യാസി അല്ലേ? പറയണ കേട്ടു. വെറും അഭ്യാസങ്ങൾ മാത്രമല്ല, പാട്ടും ഡാൻസും ഡോലുവായനും ഒക്കെ ആയിട്ട് ആളുകളെ നല്ലപോലെ രസിപ്പിക്കണമെന്നും കേട്ടു. സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ കേട്ടത് പാടുന്നു, അത്രേ ഉള്ളൂ. നന്നായിരിക്കുന്നു. നല്ല സ്വരം, ഭാവമുണ്ട്. നാടുവാഴിക്കായാലും നാടോടിക്കായാലും സംഗീതം മനസ്സിൽ നിന്ന് വരണം, എങ്കിലേ ഭാവം ഉണ്ടാവൂ. പുള്ളി നടന്നോട്ടെ. ഈ പാണപ്പുഴയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾ കാക്കരക്കടവുകാരുടെ ഓരോ ദിവസവും ആരംഭിക്കുക. എന്നും പുലർച്ചയ്ക്ക് ഈ പാട്ടിന് കാതോർക്കാൻ ഇവിടെ വരും. ശരീരം തണുക്കുന്നതോടൊപ്പം മനസ്സ് തണുക്കും. കയറി വന്നോളൂ. വേണ്ട, അയിത്തോം തീണ്ടലൊന്നുമില്ല. താൻ കയറി വാ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവന്മാരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുക, ജാതിയും മതവും നോക്കാതെ കണ്ടവരുമായി കൂട്ടുകൂടി നടക്കുക, മ്ലേച്ഛന് സംഗീതം പറഞ്ഞു കൊടുക്കുക. പണ്ടും കാരണവന്മാര് എന്റെ പേര് കാണുന്ന കുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഊരുതണ്ട് നടക്കുന്നവൻ, നാടിനും വീടിനും കൊള്ളരുതാത്തവൻ, താളം തോന്നി, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. താനിരിക്ക. ഇരിക്കടോ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് വെച്ചാൽ കാപ്പിയിടലും അത്യാവശ്യം കഞ്ഞിവെക്കലും ഒക്കെ തനിച്ചാണ്. ഒന്നും വേണ്ട. കുടുംബമൊക്കെ ഈശ്വരൻ കടം തന്ന ഭൂമിയില് അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ചുവട്ടില് ഒറ്റത്തടി. ഇതായിപ്പോ എന്റെ കുടുംബം. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സകലകലാ വല്ലഭനായ ശ്രീമാൻ ശംഖു നിങ്ങളെ ഏവരെയും രസിപ്പിക്കുന്നതിന് വേണ്ടി ചില കൺകെട്ട് പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് പന്ത് എന്ന കുന്തം.
ഏയ് കസ്തൂരി ബോൾ വിട്. ഏതാനും പന്തുകൾ കൊണ്ട് ചില കൺകെട്ട് വേലകൾ അദ്ദേഹം കാണിക്കാൻ പോവുകയാണ്. എന്നാ ഇത്? എന്നാ ബാള്? நல்லா பாருங்க, நல்லா பாருங்க. ആകാശത്തേക്ക് വലിച്ചെറിച്ച റബ്ബർ പന്ത് ജീവനുള്ള തവളയായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഇതാ ഒരു സഹോദരൻ ആ തവളയെ എടുത്തുകൊണ്ട് ചുട്ടുതിന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാ മറ്റൊരു പന്ത് തവളയായി ഞങ്ങളുടെ അംഗമായ പരമന്റെ പോക്കറ്റിലേക്ക് വീണിരിക്കുകയാണ്. കുട്ടിയെല്ലാം ചേർത്ത് കൈയടിച്ച് അടിക്കൈ. நம்ம பருவனுக்கு என்ன ஆச்சு? தெரியாது, பைத்திய பிடிச்சிருக்கு போல இருக்கு. இந்த பைத்தியம் ஏறி போச்சு. ஆமா, மாத்திக் பரமா. നീ വലിയ അഭ്യാസക്കാരൻ തന്നെ. അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും നിന്നെ പോലെ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുകയാണ് ഈ കൂട്ടത്തിൽ. എന്നെ കൊച്ചാക്കരുത്. എന്ത് പറ്റി? നിന്റെ അവളുടെയും തമാശ നാട്ടുകാർക്ക് നല്ലോണം സൂഹിക്കുന്നുണ്ട്. നിങ്ങളും നല്ലോണം സൂഹിക്കുന്നുണ്ട്. അതിനിപ്പോ എന്ത് വേണം? ഇങ്ങനെയാണെങ്കിൽ പരമനും ഒന്ന് സൂഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. സൂഹിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാൻ സൂഹിക്കും. സൂഹിച്ചോ? അയ്യോ നേരം പാതിരിയായിട്ടും അടങ്ങിയില്ലേ കാലമാടന്മാര്? അയ്യോ, പ്രൊഫസർ പരമചേട്ടനല്ലേ? അതെ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ? അല്ല, പിന്നെ പരമചേട്ടനല്ലേന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞതോ? പരമചേട്ടനല്ല, പരമന്റെ ചേട്ടൻ. ഞങ്ങളെ ഇരട്ട പറ്റതാ. ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ് ഞങ്ങളെ തമ്മില്. തലേ ദിവസം എന്നെ പ്രസവിച്ചു, ഞാൻ സർക്കസിന് പോയി. പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു, അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി. ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസത്തേക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല. അതാണല്ലോ സൈക്കിൾ യജ്ഞം. പറിച്ചു വെച്ച പോലുണ്ട്. പെറ്റ തള്ളയ്ക്ക് പോലും മാറിപ്പോവും. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ പെറ്റുന്നു. അതെ, എന്താ ഏട്ടാ? അയ്യോ, ആ സ്ത്രീയെ സമ്മതിക്കണം. ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത്. പരമൻ ചേട്ടനെയോ? ഏയ്, പരമൻ തൽസ്വഭാവി, നല്ല ഒന്നാന്തര അഭ്യാസി. എന്റെ അനുജനായോണ്ട് പറയല്ല, സൗകര്യപ്പെട്ട ചേച്ചി അവനെ ഒന്ന് പരിചയപ്പെടണം. സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മറ്റവന്റെ കാര്യമാണ്. ശങ്കു എന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെ വരാറില്ലേ? വരാറില്ലെന്നു. കുറച്ചു നേരത്തെ അവന് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അവൻ വന്ന വാരി കോരി കാശ്. ആ, തെറ്റിപ്പോയി. ഇതൊക്കെ അവന്റെ വേലകളാ. നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും സത്യം പറയാതിരുന്ന ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ. ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം. തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കടുത്ത് ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി. കൊണ്ടോട്ടിൽ നിന്ന് ഒരു മുസ്ലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി. വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചേച്ചി നന്നേ ചെറുപ്പം. എത്രയായി? മുടിയോണ്ട് എങ്ങനെയാ കാറേറ്റി വലിക്കുക? സരസ് പറഞ്ഞല്ലോ. അത്രയ്ക്ക് ശക്തി ഉണ്ടാ? പിന്നെ ശക്തി ഉണ്ടാവൻ ഇരുമ്പാ തിന്നാ. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഉണ്ണിക്കുട്ടൻ. ശ്രീകുട്ടി വരണുണ്ടോ? കാത്തേക്കണം. ഇപ്പൊ വരാട്ടോ. എവിടെ പോവാ? അമ്പലത്തില്. കൺകെട്ടറിയാന്ന് സരസ് പറഞ്ഞല്ലോ. അറിയോ? ഒന്ന് കാണിച്ചു തരാ. കാണാൻ വരണമെന്നൊക്കെ മോഹമുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. ഒന്ന് കാണിച്ചു തരോ? ഒന്ന് കാണിച്ചു തരോ? ശരി. ഇത് കണ്ടല്ലോ, കണ്ടല്ലോ. പന്ത് എവിടെ പോയി? പന്ത് എവിടെ പോയി? പന്ത് പന്ത് തവളയാക്കോ? പന്ത് തവളയല്ല, പൂച്ചയാക്കാം. പൂച്ച അല്ല, ഈ പന്ത് വേണ്ട. ചേച്ചിയുടെ കയ്യിൽ എന്താ? നാളികേരം. നേരെ നോക്കിയേ. നാളികേരം ആണല്ലോ. ഇപ്പൊ നോക്കിയേ.
വെറുതെ കുട്ടികൾക്ക് വേണ്ടി ഒരു തമാശ കാണിച്ചത്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം. പൂച്ച പൂച്ചയുടെ വീട്ടിൽ പോയി. ശരി. ഒരുപാട് പഴക്കമുണ്ട്, ശബ്ദമൊന്നും ശരിയല്ല. ഇവനെ വിശ്രമ ജീവിതത്തിന് അയക്കേണ്ട കാലം കഴിഞ്ഞല്ലോ ശങ്കു. ഒഴിവാക്കിക്കളാ. തെരുവിലായാലും അവശബ്ദം പാടില്ലല്ലോ. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു തെരുവി വെച്ച് ആശാൻ എന്റെ കൈ തന്നതാ. ഇപ്പൊ ഇവന്റെ താളമാ എന്റെ താളം. അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പഠിക്കണേ. പഠിക്കണേ. ഇതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി ചരടൊക്കെ ഒന്ന് മുറുക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഒരു 3-4 ദിവസം പിടിക്കും. അതുവരെ തന്റെ ആവശ്യത്തിന് ഇത് വെച്ചോളൂ. എന്തിനാ മടിക്കണേ? വാങ്ങിച്ചോളൂ. പണി തീർത്ത് വെച്ചതാ, ആരും കൈവച്ചിട്ടില്ല. ഇവന്റെ തുടക്കം ഒരു നാടോടി താളത്തിലാവട്ടെ. ഇരിക്ക. വരാം. അറിയോ, കാക്കരക്കടവില് ഇയാളെ അറിയാത്തവരില്ല ഇപ്പോ. സൈക്കിൾ അഭ്യാസി. തരികിട അഭ്യാസം മാത്രമല്ല, സംഗീതവും ഉണ്ട് ആവശ്യത്തിന്. സാവിത്രിക്കുട്ടി എന്റെ മരുമകളാ. ഞാൻ ഇറങ്ങട്ടെ. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. പട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു. കോമള കവിളിലെ ചോപ്പിൽ കാട്ടു തക്കാളി ചന്തവും കണ്ടു. അയ്യോ കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ പോവാ.
പാടുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ പുണരും മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശൃംഗാരി കളിയാടാൻ പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശൃംഗാരി കളിയാടാൻ എവിടെ ചെന്നാലും എനിക്ക് സ്നേഹമുള്ള ഒരു ചേട്ടനെയും സ്നേഹമുള്ള ഒരു ചേച്ചിയെയും കിട്ടും. അതെന്റെ ഒരു ഭാഗ്യമാ. ഇവിടെ വന്നപ്പോഴും കിട്ടി നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ, സ്നേഹമുള്ള ഒരു ചേച്ചി. എവിടെ എന്റെ ചേച്ചി? ചേച്ചി എന്നെ ശംഖു എന്ന് അറിഞ്ഞില്ലേ? എന്താ ഇങ്ങോട്ട് കാണാത്ത? അവക്ക് നല്ല സുഖമില്ല. അയ്യോ എന്ത് പറ്റി? ഓ ഒരു ചെറിയ പനി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഓ അത്രയ്ക്കൊന്നും അങ്ങനെ കരുതാൻ പാടില്ല, അത് തെറ്റാ. ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനെന്താ നേരം കാണിക്കാത്ത? മോശമായി പോയി. ചേച്ചി നേരെ ഒരുപാടായി. ശംഖു പോയട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ? ചേച്ചിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? ഞാൻ പോയ സ്നേഹമില്ലാത്തവരല്ലേ? ചേച്ചി എന്താ ചേട്ടന്റെ പ്രശ്നം? പൈസ ഇല്ല കയ്യില്? എന്റെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ട്. നമുക്ക് കാശ് തീരുന്നവരെ ചേച്ചിയെ കാണിക്കാം. ടാക്സി വിളിക്കണോ? ഞാൻ ചേച്ചിയെ കയ്യിലെടുത്തോണ്ട് പോണോ? ഞാനുള്ളപ്പോ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ചേട്ടനും ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഇപ്പൊ നീയാണ് എന്റെ പ്രശ്നം. എന്നാടാ നിന്റെ അമ്മ ഇരട്ട പ്രശ്നം? എവിടെടാ അവൻ? പിന്നെ അട്ടി വാങ്ങിക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞോണം. എവിടെ അവൻ? ഷാപ്പിൽ പോയിരിക്കുന്നത് പറയണ്ടെന്ന് പറഞ്ഞു. പങ്കജൻകുട്ടി, ഈ നേരം വിളിക്കുന്നത് എന്തുകൊണ്ടാ? സൂര്യൻ ഉദിക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതോ? എനിക്കറിയില്ല. കോഴി കൂണതുകൊണ്ട്. ലോകത്തുള്ള കോഴികളൊക്കെ തല്ലിക്കൊന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ നേരം വെളുക്കൂലല്ലോ, എപ്പോഴും രാത്രി മാത്രം. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രാത്രി മരിക്കോളം ഞാനും നീയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്തിനാ ഇതിന്ന് ഇറങ്ങിയത്? നാട്ടുകാരെ ഞാൻ ഒരിടത്തും പോയില്ല. ഇല്ല, ആശുപത്രി പോയിരുന്നു വയറുവേദനയ്ക്ക്. വേണ്ടച്ചാ, നാട്ടുകാർ കണ്ടാ? കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഗോവിന്ദനാശാൻ നാട്ടുകാരെ പറ്റിച്ചാണ് കഞ്ഞി കുടിക്കുന്നതെന്ന് അറിയട്ടെ എല്ലാവരും. വെട്ടിയെടുത്തോ? ഇനി ഈ കളത്തി ചവിട്ടിയാൽ ആ കാര്യം വെട്ടും. ആശാനെ മിണ്ടിപ്പോകരുത്. ഇക്കാലം അത്രയും അധ്വാനിച്ച് അന്നം തിന്നോനാ ഞാൻ. പൂജിക്കണ ദൈവം എനിക്ക് ചെയ്യുന്ന തൊഴില്. കാലം ഒന്നേ മുടങ്ങിയിട്ടുള്ളൂ. നാളെ ഈ നാട്ടുകാരോട് മാപ്പ് പറഞ്ഞ് പോയിന്നും കയറും സൈക്കിളും വരും. പൊയ്ക്കോ, എവിടെയാന്ന് വെച്ചാ പൊയ്ക്കോ. ആശാനെ പോട്ടെ, അവൻ അറിയാണ്ട്. മക്കളെ പോലെയല്ലേ ഞാൻ നിങ്ങളെ കാണുന്നത്, അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്. എന്നിട്ട് ഇവൻ ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയുന്നത്. നീ സൈക്കിളിൽ കയറ്. നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അവകാശം ആശാനുണ്ട്. ആശ പോണം. കസ്തൂരി നീ സൈക്കിളിൽ കയറ്. ആളുകൾ വരുന്നതിന് മുമ്പ് സൈക്കിളിൽ കയറാൻ പോ. വാ വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ തരാം. തമ്പുരാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് എപ്പോഴെത്തിയാണോ? ഇന്നലെ രാത്രിയിൽ. അങ്ങോട്ട് ഇങ്ങോട്ട് തന്നോളൂ, അകത്തേക്ക് വെക്കാലോ. ഓ ഇറങ്ങിയല്ലോ ഇരണ്ടകള്. ഒറ്റണത്ത് നിന്ന് ഇവിടെ പുറത്ത് കാണാൻ പാടില്ല. ഒക്കെ ഭാഗത്ത്.
നിർത്തണോ നിർത്തണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. വയറ് നിറയണവരെ കഴിക്കും. അതല്ലടോ ഈ കുന്ത്രാണ്ടം. ഇതാരെങ്കിലും നിർത്തുണ്ടോ? നമസ്കാരം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ. അന്ന് സമ്മതം തരുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒച്ചയും ബഹളൊന്നും തമ്പുരാൻ ഇഷ്ടല്ലാണ്. ഇന്ന് തറവാട്ടിൽ അദ്ദേഹം വരുന്നുണ്ട്. പാട്ടും കുത്തൊന്നും വേണ്ട. അയ്യോ, ആള് ശരിക്കും കൂടി തുടങ്ങിയത് ഇപ്പോഴാ. അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ. മാത്രമല്ല സൈക്കിളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, യജ്ഞല്ലേ. ഇറങ്ങണ്ട, താൻ അവിടെ കിടന്ന് തിരിഞ്ഞോ. ഈ കുന്തം തൊള്ളോറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അത് അച്ഛനെ അപ്പൊ ഇന്ന് കളിയില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് വരട്ടെ. ഭീമ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കൊളുത്തിക്കോട്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. അകത്തേക്ക് വരാം. ആ ചേച്ചി ദേ താഴെ തമ്പുരാൻ വന്നിട്ടുണ്ട്. എങ്ങോട്ടാ പുറപ്പാട്? തമ്പുരാനുണ്ട് അപ്പുറത്ത്. ഒച്ചയും ബഹളം ഇല്ലാണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോളൂ. ചെല്ല്. കുറച്ച് ഇറച്ചി വേവിക്കേണ്ടി വരും. അമ്മ അടുക്കളയിലേക്ക് വരണ്ട. എന്റെ ഗുരുവായൂരപ്പാ. പാവി ചെന്നയിടം പാതാളെന്ന് പറഞ്ഞ പോലെയായി എന്റെ ഗതി. വിലാസിനുടെ അവിടെയും മുച്ചൂടും തുറഞ്ഞു തുന്നം പാടി. അവളും കുട്ടികളും ഇവിടെ തന്നെ അങ്ങോട്ട് നിൽക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് കുട്ടികളൊക്കെ അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ പോണു. ചെറിയത് രണ്ടും ഇവിടെ ഉണ്ട്. ആ കേസ് 2-3 മാസത്തിനാവും വിധിയാവും. അച്യുതനായർക്ക് അനുകൂലമായിട്ട് തന്നെ. എന്റെ അഡ്വക്കേറ്റ് വാദിച്ച ഒരു കേസ് ഇതുവരെ തോറ്റിട്ടില്ല. അറിയാലോ? അറിയാം. പോയതൊക്കെ പോയി എന്ന് വെച്ചോളാം. പാങ്ങോട്ടുകാരോട് അച്യുതനായർ തോറ്റുവെന്ന് ലോകരെല്ലാവരും കേൾക്കെ വിളിച്ച് പറയുകയും ചെയ്തോളാം. കാരണവന്മാരുടെ അസ്തിത്വമുണ്ട് ഈ തറവാട്ടിലെ. അതും കൂടെ അന്യാധീനപ്പെട്ട കെട്ടി തൂങ്ങി തരണ്ടാവും. കഴിച്ചത് മതി. മദ്യപിക്കുന്നത് മനസ്സിന്റെ ഒരു സന്തോഷത്തിനാ, കരയാനല്ല. അച്യുതനായരോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാന്ന്. പണം മുടക്കാനും കാര്യങ്ങൾ നടത്തിത്തരാനും ഞാനില്ലേ ഇവിടെ. മുക്കിലും മൂലയിലൊക്കെ മുറിമുറിപ്പുണ്ടേ. കുടുംബത്തിലും അതെ. 1000 നാവിന് 2 വിരല്. കാത് പൊത്തിയാ മതി. സാവിത്രിക്കുട്ടി എന്തേ കരയാൻ തുടങ്ങിയില്ലേ? സാവിത്രിക്കുട്ടിയുടെ അമ്മാവന്റെ കാര്യം ഓർക്കുമ്പോ തമാശ. എന്നെ കൊണ്ടാവണ സഹായങ്ങളൊക്കെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണുണ്ട്. അല്ല, അച്യുതനായരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാ പിടിച്ചു നിൽക്കാൻ പറ്റുക? കോടതി കാര്യമല്ലേ. കേസ് വിധിയാവുമ്പോ നിങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന ഈ തറവാട് പോലും നിങ്ങളുടേതാവോ അതോ പാങ്ങോട്ടുകാരുടേതാവോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ വയസ്സായ ഒരമ്മൂമ്മ അവരുള്ളതാ. കയ്യും പിടിച്ചോണ്ട് എങ്ങോട്ടിറങ്ങാനാ ഇല്ലേ? ഞാൻ ഈ പണമൊക്കെ മുടക്കുന്നതും എന്റെ അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്തുന്നതും ഒക്കെ അറിയാലോ സാവിത്രിക്കുട്ടിക്ക്. ആരുടെയും മനസ്സ് വേദനിക്കുന്നതും കണ്ണീര് കാണുന്നതും എനിക്കിഷ്ടമല്ല. ആ മുഖം ഒന്ന് ഉയർത്തിയേ. ഞാൻ ഇവിടെ വരുന്നു കുട്ടിയുടെ കൂടെ കഴിയുന്നു നാട്ടുകാരൊക്കെ പറയുന്നൂത്രേ. സത്യം അറിയാലോ. എത്ര കാത്തിരുന്നാലും ശരി കുട്ടിയുടെ സമ്മതത്തോടെ അല്ലാതെ പ്രതാപവർമ്മ ഈ ദേഹത്ത് തൊടില്ല. കണ്ണീരിൽ ഉമ്മ വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
ചെല്ലേ, ചെന്ന് മുഖം കഴുകു. കസ്തൂരി, എന്റെ കസ്തൂരി, നീ പട്ടുടുത്തു പൊട്ടു. അയ്യോ 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 ഓടി വരണേ. എന്നെ തൊടാതെ സംസാരിക്കാൻ സഹോദരാ. അയ്യോ കൈ പിടിക്കണേ, കൈ പിടിക്കണേ, കൈ പിടിക്കണേ. ചങ്കുണ്ണാ. ഏയ്, ഇനി വാ. എന്താ പ്രശ്നം? ഞങ്ങളിങ്ങനെ ചുമ്മാ മാങ്ങ പറിക്കാനായിട്ട്. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് ആണുങ്ങൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ഞങ്ങളൊന്നും ചെയ്തില്ല. ഇതെപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കണോ? ആ ശരി, പോരെ. ആ തുടക്കേ, അത് മുണ്ടി മുണ്ടി തുടക്കേ. ആ അത് അവളുടെ കൊടുക്ക. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ആ കസ്തൂരി, ഒരെണ്ണം കൊടുക്ക. നീക്കേ. വാ. എനിക്ക് റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കസ്തൂരി, നീ പാട്ട് പാടുമല്ലോടാ? ഇല്ല. ഡാൻസും ചെയ്യും. അറിഞ്ഞൂടാ. ഒരു പാട്ട് പാടാ. കസ്തൂരി, കസ്തൂരി, ഡാൻസ് ചെയ്തോണ്ട് പാടാ. പാടാ. അഴകിൻ ആ. ചെങ്കാരി, നീ മുത്തുമാല ഇട്ട് വരും കസ്തൂരി, കസ്തൂരി. എന്താ എന്താ അവിടെ എന്താ എന്താ പ്രശ്നം? എന്തിനാ നിങ്ങളെ കെട്ടിട്ടിരിക്കണേ? ഇതും വല്ല അഭ്യാസം മറ്റാണ്. ഇവന്മാരുടെ ചില അഭ്യാസങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു അഭ്യാസം. എന്താ കാര്യം? നേരിട്ട് അങ്ങോട്ട് ചോദിക്കണം. തമ്പുരാനെ രക്ഷിക്കണം. ആന ചവിട്ടി ചത്ത അതിനൊരു അന്തസ്സുണ്ട്. ഇത് പുറുംപൊടിയായിട്ട് ചാവാൻ പോവുക. ഞാനൊന്ന് സൂചിപ്പിക്കണ്ടായാലോ, തെക്കേ പറമ്പിൽ അഭ്യാസങ്ങൾ കാണിക്കുമറ്റകളാ. ഓഹോ, ഏയ് ഇവരെ അഴിച്ചുവിടും. വരട്ടെ വരട്ടെ, അവരെ കെട്ടിയിട്ടത് ഞാനാ. അഴിച്ചുവിടാനും എനിക്കറിയാം. തർക്കുത്തരം പറയാനോ താൻ? ആരോടാ സംസാരിക്കുന്നത് അറിയോ? തമ്പുരാൻ, പ്രതാപവർമ്മ തമ്പുരാൻ. എന്താ അതെന്റെ പേര്? ശംഖു. വലിയ മിടുക്കനാണ് അല്ലേ? എന്തിനാ ഇവരെ കെട്ടിയിട്ടെ? പോക്കൃത്തരം കാണിച്ചിട്ട്. ഞങ്ങളൊന്നും കാണിച്ചില്ല. ഈ പെണ്ണ് ഞങ്ങളുടെ മുമ്പ് വന്ന് കൊഞ്ചു കൊഴിഞ്ഞപ്പോ ഞങ്ങൾ അടിച്ച് പല്ലേൻ താഴെ ഇടും. എടാ, തെരുവിലാണ് ജീവിക്കുന്നത് വെച്ചാൽ അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് വിചാരിച്ചോ? പോട്ടെ, ക്ഷമിച്ചുകളാ, ചെറുപ്പക്കാരല്ലേ. പോട്ടെ കുട്ടി. ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഈ പ്രദേശത്ത് കണ്ടുപോരുത്. ഓക്കോ, ആവേശം കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? കസ്തൂരി. കസ്തൂരി. വാ. എന്നാ പോവാ. പോവാ. ആ ഇതിപ്പോ പലതവണയായി സാവിത്രിക്കുട്ടി എന്നെ നിരാശപ്പെടുത്തുന്നു. ഞാൻ എത്രത്തോളം മാന്യത കാണിക്കുന്നു അത്രത്തോളം സാവിത്രിക്കുട്ടി അഹങ്കാരം കാണിക്കുന്നു ഇല്ലേ? ഒരു ബലപ്രയോഗത്തിനാണെങ്കിൽ ഇവിടുന്ന് എണീറ്റ് 2 അടി നടന്നാ മതി, എനിക്ക് ആരും എതിർക്കില്ല, സാവിത്രിക്കുട്ടി പോലും. പോ. പക്ഷെ അതിനായിരുന്നെങ്കിൽ ഇതുവരെ കാത്തിരിക്കുമോ ഞാൻ? ഇന്നല്ലെങ്കിൽ ഇനി ഒരിക്കൽ സാവിത്രിക്കുട്ടി എനിക്ക് വഴങ്ങിയേ പറ്റൂ. ഇനിയും എന്റെ ക്ഷമ പരീക്ഷിക്കണോ സാവിത്രിക്കുട്ടി?
സാവിത്രിക്കുട്ടി അസലായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാടാൻ അറിയില്ലേലും പാട്ട് ആസ്വദിക്കാൻ എനിക്കും അറിയാം. ഒരു പാട്ട് പാടും. സാവിത്രിക്കുട്ടിയുടെ പാട്ട് കേൾക്കാനുള്ള അവകാശവും പ്രതാപവർമ്മയ്ക്കുണ്ട് ഇല്ലേ? ഒരു പാട്ട് പാട്. നിർബന്ധിക്കണോ ഞാൻ? പാട്, പാടാൻ. എന്തേ നിർത്തിയേ?
വയ്യ ഉണ്ണിമാമേ, മടുത്തു, ഒക്കെ മടുത്തു. മരിക്കാൻ കൂടി യോഗമില്ലല്ലോ എനിക്ക്. ഞാനില്ലാണ്ടായ സ്വന്തം മക്കളുടെ നേർക്ക് തമ്പുരാൻ തിരിയുമെന്ന അച്ഛമ്മയുടെ പേടി. തമ്പുരാനോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ, പാങ്ങോട്ടുകാരോട് അച്ഛമ്മയ്ക്ക് ജയിക്കണമെങ്കിൽ തമ്പുരാന്റെ മുമ്പില് ഞാൻ തോൽക്കേ തരുള്ളൂ. അങ്ങനെ ഞാനും വേണ്ടി വന്ന അന്നത്തോടെ ഞാൻ എല്ലാം തീർക്കും. വടക്കേക്കര തറവാടിന്റെ എല്ലാ ശാപങ്ങളും അതോടെ തീരും. അരുതാത്തൊന്നും ചിന്തിക്കരുത് കുട്ടി. ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചില്ല നീ. അതിനൊക്കെ നേരിട്ടൊരു മനസ്സില്ല നിനക്ക്. ആ മനസ്സിനെ താത്തരുത്. എന്നെങ്കിലും ഒരിക്കൽ ദുരിതങ്ങളുടെ തടവറയെന്ന് ഈശ്വരൻ എന്റെ മോക്ക് ഒരു മോചനം തരാതിരിക്കുവോ? ഈശ്വരൻ തരില്ല എന്ന് വാശി പിടിച്ചതൊന്നും ഞാൻ മോഹിക്കണില്ല ഉണ്ണിമാമൻ. ഒറ്റ സങ്കടേ ബാക്കിയുള്ളൂ. ഉണ്ണിമാമെ അച്ഛന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എനിക്ക്. മോളെ, അന്ന് കാരണവന്മാരും അച്ഛമാമയൊക്കെ എതിർത്തപ്പോ എന്റെ അമ്മയെ വിളിച്ചിറക്കി കൊണ്ട് പോവായിരുന്നില്ലേ ഉണ്ണിമാമയ്ക്ക്? എങ്കിൽ ഉണ്ണിമാമയുടെ മോളായിട്ട് ജനിക്കായിരുന്നല്ലോ എനിക്ക്. കരയല്ലേ മോളെ? കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ കാക്കരക്കാവിലെ മഞ്ഞച്ചമ്പക ചോട്ടിലിരുന്ന് കരയായിരുന്നു ഈ ഉണ്ണിമാമ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ വരാൻ. കണ്ണടയ്ക്കണതിന് മുമ്പ് ഈ മുറ്റത്തൊരിക്കൽ കൂടി കാണാൻ ഭാഗ്യം ഉണ്ടായല്ലോ ഉണ്ണിയെ. ഈ മുറ്റത്തിന് ചവിട്ടില്ലാന്ന് ആണായിട്ട് ഇറങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ. ഇത്രയിടം വരാപ്പ എന്താ ഉണ്ടായാണാവോ വിശേഷം? കൃഷ്ണനുണ്ണിക്ക് വിശേഷമൊന്നുമില്ല. മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളേ ഉള്ളൂ. കാക്കരക്കടവുകാർക്ക് അടക്കം പറഞ്ഞ് ചിരിക്കാൻ വിശേഷങ്ങൾ ഉണ്ടാവണു ഈ തറവാട്ടിൽ നിന്ന്. മനസ്സിലായില്ല. അച്യുതേട്ടൻ പലതും മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു. അപ്പം കൊടുത്ത് അടിമകളെ ഉണ്ടാക്കുന്നവൻ ആ തമ്പുരാൻ. അവന്റെ അച്ഛൻ ജയവർദ്ധൻ തമ്പുരാൻ നടക്കുന്ന വഴിയിലൊന്നും മാനം കെടാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയിരുന്നില്ല. ആ ചോര തന്നെ ഇവന്റെ തടിമല്. കൃഷ്ണുണ്ണി മതി, നിന്നേക്കാൾ 5-6 ഓണം അധികം ഉണ്ടവനായി അച്യുതൻ. എന്നിട്ടും അച്യുതേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ സാവിത്രിക്കുട്ടി പ്രതാപവർമ്മയ്ക്കാരാ? ഒരു താലിയിടുവോ അയാൾ അവന്റെ കഴുത്തില്? വേണ്ട, ഒരു പുടവ കൊടുക്കുവോ കുട്ടിക്ക്? ഉത്തരം ഞാൻ പറയാത്ത ഇയാൾക്ക് അറിയാലോ. അതിന്റെ വിധി അത് മാറ്റി എഴുതാ ഒക്കും ഇയാൾക്ക്. വിധിയല്ലല്ലോ ഇപ്പൊ അതിനെ കണ്ണിട്ട് കുടിപ്പിക്കണത്. വിധിക്ക് മേലെ നിങ്ങൾ കെട്ടിവെച്ച ദുരിതമല്ലേ? എടോ, പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പാ. ഒരു പരിഹാരം ഉണ്ടോ ഇയാൾക്ക് നിർദ്ദേശിക്കാൻ? അച്ഛനും അമ്മയും ഇല്ലാത്തതാണ് ആ കുട്ടിക്ക്. ഇനിയും അതിന്റെ കണ്ണീരി മുറ്റത്ത് വീണാൽ ദൈവം പൊറുക്കില്ല. വേണ്ട, പുറക്കണ്ട. അന്നത്തിനും അട്ടിക്കും വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഗതിയിൽ എത്തിരിക്കണു. 5 പെമ്മക്കളാടോ എനിക്ക്. ഈ തറവാടിന്റെ സുഹൃദക്ഷങ്ങളൊക്കെ കണ്ടു. കാരണവന്മാരുടെ അസ്ഥിത്തറയും കൂടി കടപ്പെട്ടു. ഒന്ന് ബാക്കിയുണ്ടായിരുന്നു, ഈ കുടുംബത്തിന്റെ അന്തസ്. പ്രതാപവർമ്മ പടി കയറിയപ്പോ അതും കൂടി നഷ്ടപ്പെടുത്തി. ഒക്കെ നശിപ്പിച്ച അച്യുതേട്ടന് അതെങ്കിലും ബാക്കി വെക്കായിരുന്നു. വടക്കേക്കര തറവാട്ടിലെ ശാപങ്ങളൊക്കെ തുടങ്ങിയത് സാവിത്രിക്കുട്ടി ജനിച്ചതിന് ശേഷാത്രേ. എല്ലാരും പറഞ്ഞു പറഞ്ഞ് അതൊരു വിശ്വാസമായി. അവളെ പ്രസവിച്ച സുഭദ്ര പിന്നെ കണ്ണു തുറന്നില്ല. പെറ്റിട്ട കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ അമ്മയ്ക്ക് വിധിയുണ്ടായില്ല. ചോറൂണിന്റെ അന്ന് അച്ഛൻ മരിച്ചു. മുമ്പേ ഒരു ആസ്മാരോഗിയായിരുന്നു അയാൾ. എന്നിട്ടും കുടുംബക്കാരുടെ വർത്തമാനത്തില് അത് സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷമായി. പിന്നീട് അങ്ങോട്ട് വടക്കേക്കര തറവാട്ടിൽ ഒരു പശുവിന് സൂക്കേട് വന്നാൽ, അച്യുതേട്ടൻ ഒരു കേസിൽ തോറ്റാൽ, ആ പറമ്പിലൊരു കാക്ക ചത്തു വീണാൽ എല്ലാം സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷം. സ്വന്തം ദുർവിധികളുടെ നേർക്ക് ചിരിക്കാൻ മാത്രം പഠിച്ച കൊച്ചു സാവിത്രിക്കുട്ടി എല്ലാവർക്കും ഒരു ചതുർത്ഥിയായിരുന്നു. അച്യുതേട്ടൻ ഇഷ്ടമല്ലായിരുന്നിട്ടും അന്നൊക്കെ ലക്ഷ്മിയമ്മയുടെ കയ്യും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളെന്നെ കാണാൻ വരും. കൂട്ടുകൂടാൻ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അറച്ചു നിന്നപ്പോ ഞാൻ അവൾക്ക് കളിക്കൂട്ടുകാരനായി. പിന്നെ വളർന്നപ്പോ സംഗീതം പഠിപ്പിക്കുന്ന ഗുരുവായി. അവളുടെ ഉണ്ണിമാമയായി. അന്ന് അവളുടെ കൂടെ സംഗീതം പഠിക്കാൻ എന്റെ അകന്ന ചാർച്ചയിൽപ്പെട്ട ഒരു അനന്തരവനുണ്ടായിരുന്നു, മിടുക്കൻ ഹരികൃഷ്ണൻ. സംഗീതമാവാം അവരെ തമ്മിൽ അടുപ്പിച്ചത്. പിന്നെ
അറിഞ്ഞോ അറിയാതെയോ ഞാനും. അവരൊരുമിച്ച് ജീവിക്കുന്നത് കാണാൻ മറ്റാരേക്കാളും കൂടുതൽ കൊതിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ദൈവനിശ്ചയം മറിച്ചായിരുന്നു. ജാതകങ്ങൾ ചേർന്നില്ല. പടിപ്പര കടന്ന് സാവിത്രിക്കുട്ടിയുടെ ശാപം പിന്നെയും അവളെ തേടിയെത്തി. ഹരികൃഷ്ണൻ വിഷം തീണ്ടി മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സാവിത്രിക്കുട്ടി പിന്നെയും ദുശകുനമായി. ആയിടയ്ക്കാണ് എഞ്ചിനീയറായ സൂര്യനാരായണൻ തലമാറ്റം കിട്ടി ഇവിടെ എത്തിയത്. എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകൻ. കുറച്ചുനാൾ എന്നോടൊപ്പം അയാൾ ഈ വീട്ടിൽ തങ്ങി. സാവിത്രിക്കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചു. അവളുടെ കഥകൾ കേട്ടപ്പോ സഹതാപം തോന്നിക്കാണണം അയാൾക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കുവാൻ അയാൾ തയ്യാറായി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോ ഒടുവിൽ സാവിത്രിക്കുട്ടിയും സമ്മതിച്ചു. അമ്മയുടെ അനുവാദം വാങ്ങി അമ്മയെയും കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പോയതാണ് അയാൾ. പക്ഷേ സാവിത്രിക്കുട്ടിക്കൊരു ജീവിതവുമായി സൂര്യനാരായണൻ മടങ്ങി വന്നില്ല. ബോംബെയിൽ എവിടെയോ വെച്ച് ഒരു ആക്സിഡന്റ്. അവളുടെ ശാപങ്ങളുടെ പട്ടികയിൽ അതുകൂടി എഴുതി ചേർത്തു നാട്ടുകാർ. എന്റെ മോൾ ഇപ്പോഴും കരയുന്നു. വടക്കേക്കര തറവാടിന്റെ തകർച്ച മുതലെടുത്ത്, അവളുടെ വിധിയെ മുതലെടുത്ത്, അവളെ വേട്ടയാടുന്ന ആ തമ്പുരാന്റെ കൈകളിൽ രക്ഷപ്പെടാൻ. അപ്പൊ ആ തമ്പുരാൻ സാവിത്രിക്കുട്ടിയുടെ ആരുമല്ല, അവൾക്ക് കിട്ടിയ പുതിയൊരു ശാപമാണ് ആ തമ്പുരാൻ. അതിന്റെ ജീവിതം ഇനി എന്നും ഇങ്ങനെ? ഒരിക്കലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ലേ? ഈശ്വരൻ വിധി എഴുതുന്നത് കടലാസിലോ കരികല്ലിലോ അല്ലല്ലോ, മായ്ക്കാനും മാറ്റാനും. വിശ്വസിക്കാൻ പറ്റുന്നില്ല, സഹിക്കാനും. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു ദേവിയാണെന്നാ വിചാരിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദേവി. ആദ്യം കണ്ടപ്പോ മുതല് അങ്ങനെ കരുതിയിട്ടുള്ളൂ മനസ്സിൽ. ആരാധിച്ചു പോയി അറിയാതെ. പാട്ട് കേട്ടപ്പോ എന്നെ തന്നെ മറന്ന് അവിടെ കയറി വന്നത് തെറ്റാണ്, അറിവില്ലായ്മ. ദേവി, രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടില്ലേ? രക്ഷപ്പെട്ടൂടെ? സുഹൃത്തുക്കളെ, ഇതാ മേശപ്പുറത്തിരിക്കുന്ന 4 സോഡാ കുപ്പികൾക്ക് മുകളിലായി തന്റെ സൈക്കിൾ നിർത്തി അതിനു മുകളിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ ശ്രീമാൻ ശംഖു കാഴ്ചവെക്കുന്ന സൈക്കിൾ ബാലൻസിംഗ് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടം നിറഞ്ഞതുമായ ഒരു ഇനമാണ് വിജയകരമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ കുട്ടികളെ ചേർന്നത് കൈയടിച്ച് അടിക്കൈ. ഒന്നുമില്ല. ഇങ്ങനെയൊന്നും അബദ്ധം സംഭവിക്കാത്താണല്ലോ നിനക്ക്? നേരം എത്രയായി? സാവിത്രി ചുറങ്ങണില്ലേ? അമ്മമ്മ തിരക്കണുണ്ടായിരുന്നു. അത്താഴം കഴിച്ചില്ലല്ലോ ഇന്ന്. വിശപ്പ് തോന്നാഞ്ഞിട്ടാ. എന്താ ആലോചിക്കണത്? ഒന്നുമില്ല. പത്മിനി കിടന്നോളൂ, ഞാൻ വന്നോളാം. എന്താ? ഞാൻ കുറച്ച് കാശ് തരാൻ വന്നതാ, വാടക. ഇന്നലെ സൈക്കിളിൽ നിന്ന് വീണു കേട്ടു. എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. കങ്കട്ടുകാര് വീഴുവന്നേ. നിക്കു കേട്ടോ, ഞാൻ കുടിക്കാതിരി സംഭാരം എടുത്തോണ്ട് വരാം. കങ്കട്ടുകാര് വീഴുവാ? ചിലപ്പോ വീഴും, പക്ഷെ ഒന്നും പറ്റില്ല. ആരാധിക്കുന്ന ഒരു ദേവിയുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദേവി. കൺകെട്ടുകാരനെയും ആ ദേവി കാത്തു രക്ഷിച്ചോളൂ. എന്തെങ്കിലും ഒരു കൺകെട്ട് കാണിക്കോ? ഞങ്ങൾക്കൊന്ന് കാണാനാ. അവിടെ വന്ന് കാണാൻ അച്ഛൻ സമ്മതിക്കില്ല. കുട്ടികളുടെ ആഗ്രഹമല്ലേ, എന്തെങ്കിലും ഒന്ന് കാണിക്കൂ.
കാണിക്കാം ഒന്ന് കാണിക്കാം കാണിക്കാം. എന്താ ഇപ്പൊ കാണിക്കുന്നത്? കാണിക്കുന്നേ. എന്താ ഇത്? ആണോ? ഇപ്പൊ നോക്കിക്കോണേ. ദേവി തല്ല ഇതങ്ങനെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ ആരാധിക്കുന്ന ഒരു ദേവി ഉണ്ടെന്ന്. ആ ദേവിക്കുള്ളതാണ് ഈ മാല. ശരി വരട്ടെ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ കണ്ണീർ കയത്തിനക്കരയോരത്ത് ദൂരേക്കു ദൂരെ അമ്പിളിക്കൊമ്പത്ത് പൊൻതൂവൽ ചേലുണരാൻ പൊൻതൂവൽ ചേലുണരാൻ കൂടെ പോരുന്നു. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ വിണ്ണിന്മാറിലേക്കു നീ വരുന്നുവോ. മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ വിണ്ണിന്മാറിലേക്കിറങ്ങുമെങ്കിൽ പൊന്നോടക്കുഴലുതിയുണർത്താനാലുണ്ടേ മഞ്ഞില വീശി വീശിയുറക്കാനാലുണ്ടേ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ ഇനിയും മറഞ്ഞു നീട്ടതെന്തിനാണു നീ താരണി മേടയിൽ നിറമിൽ നാളമായി ഇനിയും മറഞ്ഞു നീട്ടതെന്തിനാണ് കുട്ടിലമയിന് താമരനൂലിന്റെ കൂട്ടുണ്ടേ ഇത്തിരി കൂട്ടിൽ ഉപ്പട കൂട്ടാനാളുണ്ടേ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ കണ്ണിക്കയത്തിനക്കരയൊരത്ത് ദൂരേക്കു ദൂരെ അമ്പിളി
വാശി പിടിക്കരുത്. തമ്പുരാന്റെ സ്വഭാവം അറിയാലോ. എല്ലാം വരുത്തി വെച്ചിട്ട് മനസ്സല്ലേ എനിക്ക്. സാവിത്രിക്കുട്ടി, അച്ഛമാമ ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ. മോള് സ്വന്തം മോളായിരുന്നെങ്കിൽ പറയൂ അച്ഛമാമ. സാവിത്രിക്കുട്ടി സുഖമില്ലാതെ കിടപ്പാ. പറയണത് കള്ളമാണേലും അത് മുഖത്ത് നോക്കി പറയണോടോ നായരെ. തമ്പുരാനെ വേണ്ട, വിശദീകരണം ആവശ്യമില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാമെന്നല്ലാതെ പ്രതാപവർമ്മയ്ക്ക് വടക്കേക്കരയ്ക്കുള്ള വരവുകൊണ്ട് ലാഭമൊന്നുമില്ല, ഇല്ലേ? ആയിക്കോട്ടെ, ഇത്തവണ കൂടി വിഡ്ഢിവേഷം കെട്ടിക്കോളാന്ന് സാവിത്രിക്കുട്ടിയോട് പറഞ്ഞേക്ക്. തിങ്കളാഴ്ച മദ്രാശിക്ക് മടങ്ങും. അതിനു മുമ്പ് സാവിത്രിക്കുട്ടി ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ വടക്കേക്കര തറവാട്ടിലേക്കുള്ള തമ്പുരാന്റെ വരവ് നിൽക്കും. അതുകൊണ്ട് എന്താ ദൂഷ്യം ഉണ്ടാന്ന് അറിയാലോ അച്ഛോ നേർക്ക്, ഇല്ലേ? തമ്പുരാനെ, ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ ഇപ്പൊ വേണ്ടേ? ഒരു പുടവ കൊടുക്കൂ എന്റെ കുട്ടിക്ക്, എന്നിട്ട് എന്താന്ന് വെച്ചാ ആയിക്കോളൂ. അപ്പോ എന്റെ ജത കൂടെ എരിയണത് കാണണം തള്ളയ്ക്ക്, അല്ലേ? തമ്പുരാനെ, അല്ലാതെ ഇപ്പൊ എന്തിനാ പ്രതാപവർമ്മ സാവിത്രി കുട്ടിക്ക് പുടവ കൊടുത്തോ കൊടുത്തില്ലേന്ന് ചോദിക്കണുണ്ടോ ആരേലും? ഈ തറവാടിന്റെ മാനം. ഓഹോ, അങ്ങനൊന്നുണ്ടോ വടക്കേക്കരയ്ക്ക്? അത് അച്ഛൻ നായർ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മി അമ്മ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാ കൊള്ളാം. എന്താ? ചെല്ലുന്നിടത്തും വിചാരിക്കുന്നിടത്തും ഒക്കെ കൂട്ടിന് തമ്പുരാന് പേർ ഇഷ്ടം പോലെ പെൺകുട്ടികളില്ലേ? എന്നിട്ടും സാവിത്രിക്കുട്ടിയെ എന്തിനാ വെറുതെ? ദയവ് ചെയ്ത് തമ്പുരാൻ ഇനി ഇവിടെ വരരുത്. ആ കുട്ടിയെ ഉപദ്രവിക്കരുത്. പ്രതാപവർമ്മ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. തമ്പുരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ സാവിത്രിക്കുട്ടിയെ വെറുതെ വിടണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അത് തീരുമാനിക്കാൻ നീ ആരാ? അവളുടെ സമ്മതക്കാരനോ? തോന്നുമ്പോ ഇവിടെ കയറി വന്ന് അവരെ ശല്യപ്പെടുത്താൻ നമ്മളാരാ? സമ്മതക്കാരനോ? വേണ്ട, അടിച്ചാൽ ഏത് പൊന്ന് തമ്പുരാനെയും തിരിച്ചടിക്കണമെന്നുള്ളത് എന്റെ നിർബന്ധമാണ്. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. തെരുവ് ജീവിക്കുന്ന എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ അങ്ങനെയല്ല. ഊരും പേരുമില്ലാത്ത ആ തെണ്ടിയാണോ വടക്കേക്കരത്തെ കാര്യക്കാരൻ? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ ആരധികാരം കൊടുത്തു അറിയണം എനിക്ക്. തമ്പുരാൻ ക്ഷമിക്കണം, ഇവിടത്തേക്ക് എതിരായിട്ട് ഞങ്ങൾ ആരെങ്കിലും മിണ്ടുവോ? രാവും പകലുമില്ലാതെ ചാരായം കുടിച്ചിറക്കുന്ന വിവരദോഷി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്. വിവരദോഷമായിട്ട് തോന്നിയില്ല എനിക്ക്. തീയില്ലാണ്ട് പുക ഉണ്ടാവില്ല എന്ന് അറിയാലോ എനിക്ക്, ഇല്ലേ? അറിയാം. എങ്കിൽ പിന്നെ ആ തീ എവിടുന്നാണെന്ന് അറിയണ്ടേ? വേണ്ടടോ? വേണം. അച്ഛൻ നേരെ ബുദ്ധിമുട്ടണ്ട. പ്രതാപവർമ്മയുടെ മുമ്പിൽ വാലാട്ടാത്ത ഒരു പട്ടിയും ഈ കാക്കരക്കടവിൽ കുറച്ചിട്ടില്ല. അത് ഓർമ്മയുണ്ടായാ മതി. പറഞ്ഞു കൊടുത്തേക്ക് മരുമോളോടും. വടക്കേക്കര തറവാട്ടിൽ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ടാതെ തീരുമാനിക്കാൻ എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്ന സർക്കസുകാരൻ. അവനും ഈ തറവാട് തമ്മിൽ എന്താ ബന്ധം? നിന്നെ തമ്പുരാൻ കാണണോ കാണണ്ടോ നിശ്ചയിക്കാൻ അവൻ നിന്റെ ആരാ? ഇതുവരെ ഈ തറവാടിന് ശാപായിരുന്നു നീ, ഇനിയിപ്പോ തറവാടിന് കളങ്കാവണോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും മനസ്സിൽ നിരച്ചുണ്ടെങ്കിൽ വേണ്ട. അത് പ്രതാപവർമ്മ തമ്പുരാനെതിരായി ഒരു ഇല അനങ്ങില്ല ഈ കാക്കരക്കടവില്. അതല്ല, എല്ലാറ്റിനെയും കൂടി പടിയിറക്കി തെണ്ടിക്കാനാ ഭാവച്ചാ പറഞ്ഞാ മതി. അഞ്ചെട്ടെണ്ണുണ്ടല്ലോ, ഒക്കേറ്റിനും വിഷം കൊടുത്തിട്ട് ചത്തോളാം ഞാനും. ജീവിക്കാൻ തമ്പുരാന്റെ സഹായം വേണം, മരിക്കാൻ നിന്റെ സമ്മതം. ഏതാ വേണ്ടത് തീരുമാനിച്ചോളൂ. ഭീമ, ഓ ആ വരവിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം സൽക്കാരം ഒന്നും വേണ്ട. നാറിയോനെ പേറിയോരും നാറെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നാറി, എല്ലാം കൊണ്ടും നാറി. എന്ത് പറ്റിയാവോ? പറ്റാൻ ഇനി ഒന്നുമില്ല. കൂടുതൽ എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഇവിടുന്ന് കുറ്റിയും പറിച്ച് പൊക്കോളണം. ഇനി ഈ കളി ഇവിടെ വേണ്ട. കേറി മുറത്തിക്കറി കൊട്ടാൻ തുടങ്ങി തെണ്ടികള്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ കാര്യം എന്താന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അതെ, ആ തല തെറിച്ചോണ്ടല്ലോ സൈക്കിൾ അഭ്യാസി ശങ്കു, അവനോട് ചോദിക്കും, അവൻ പറയും എന്താ കാര്യം. മനസ്സിലായില്ല അല്ലേ? ഇനി ഇവിടെ നിന്ന് തമ്പുരാന്റെ ആൾക്കാർ മനസ്സിലാക്കി തരും. അത് അവനോടുകൂടി പറഞ്ഞേക്ക്.
ദേവി, അരുതാത്തത് ചെയ്തെങ്കിൽ ഓർക്കണം. ശംഖുവിന്റെ വിവരക്കേടാ. മനസ്സിൽ തോന്നിയ മറച്ചു വയ്ക്കാൻ അറിയില്ല. എന്തായാലും ഞാൻ ചെയ്തത് തെറ്റാണ്. തെറ്റും ശരി എനിക്കറിയില്ല. എന്നോടൊന്നും പറയരുത്. ദയവ് ചെയ്ത് ഇനി എന്നെ കാണരുത്. വിധിയുടെ മുമ്പിൽ ഒരുപാട് തോറ്റില്ലേ? അത് ദൈവനിശ്ചയമായിരിക്കാം. പക്ഷെ ആ വൃത്തികെട്ട തമ്പുരാന്റെ മുമ്പിൽ ദേവി തോൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ആരൊക്കെ കൂട്ടുനിന്നാലും ദേവി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വിധിയാണത്. ആർക്കും തടുക്കാനാവാത്ത വിധി. അതിൽ നിന്ന് എനിക്ക് രക്ഷയില്ല. അങ്ങനെ പറയരുത്. ഈ പാണപ്പുഴയ്ക്ക് അപ്പുറത്തും ഒരു ലോകമുണ്ട്. കഴുകനും കടലിനും കൊടുക്കാതെ കാവലിരിക്കാൻ ഞാനും ഉണ്ട്. ഇല്ല, അതിന് കഴിയില്ല. ആരെ കൊണ്ടും കഴിയില്ല. അഗ്നിയാണ് ഞാൻ. തൊട്ടതൊക്കെ കരിഞ്ഞ് ചാമ്പലാവും. ഒരു തുമ്പപ്പൂവിനെ പോലും ആശിച്ച് ഞാനൊന്നും നോക്കാറില്ല. അതും കരിഞ്ഞു പോയാലോ? അതാണ് എന്റെ വിധി. ആ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, മറന്നേക്കൂ. എന്നെ മറന്നേക്കൂ. എന്താ ഇന്ന് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ? കളി തുടങ്ങേണ്ട നേരമായില്ലേ? പാട്ടൊന്നും വെക്കുന്നില്ലേ? എന്ത് പറ്റി എല്ലാവർക്കും? ഇവിടെ വല്ലവരും ചത്തോ? എന്താ പരമായത്? എന്താ കസ്തൂരി? കസ്തൂരി, കസ്തൂരി, കസ്തൂരി നിൽക്കാൻ. വേണ്ട, പോവിടുന്ന്. കാണണ്ട എനിക്ക്. എന്ത് പറ്റി നിനക്ക്? പറ്റിയത് എനിക്കല്ലല്ലോ. എന്റെ മോള് കരയണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? വിസ്തരിക്കണോ ഞാൻ? കണ്ണോണ്ട് കണ്ടതാ. എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട്. കണ്ടപ്പോഴേ മയങ്ങിപ്പോവാൻ ആ പെണ്ണുവല്ല കൈവശം തന്നോ ചങ്കോടിന്? കസ്തൂരി, ഓ, അവളെ പറ്റി പറഞ്ഞപ്പോ നാവ് പൊങ്ങി. ചങ്കോടന്റെ ആരാ അവള്? എനിക്കറിയണം. ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, പറയണ്ട. വലിയോടത്തെ തൊലിവെടുത്ത പെണ്ണിനെ കണ്ടപ്പോ എല്ലാം മറന്നു. എന്നെയും മറന്നു. ഞാൻ ആട്ടക്കാരിയല്ലേ, പാവപ്പെട്ടവളല്ലേ. ഇത്രയും കാലം കൂടെ നടന്ന് മോഹിച്ചിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് വിചാരിച്ചില്ല. കരിങ്കല്ല മനസ്സില്. ആശിക്കുന്നൊക്കെ ആരോടും ചോദിക്കാതെ കട്ടെടുക്കാറുണ്ട് ഞാൻ. പക്ഷെ ഇത് അന്ന് എന്നോട് പറഞ്ഞില്ലേ, അവകാശമില്ലാത്ത ഒന്നും ആശിക്കരുതെന്ന്. ഇപ്പോഴാ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മോളെ, മോളെ, എന്റെ മോളെ ശംഖുവണ്ണം വേദനിപ്പിച്ചോ? എന്തെങ്കിലും എന്റെ മോളെ കരയിപ്പിച്ചിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെ എന്തിനാ കരയണ? ദുഷ്ടനാ അല്ലേ? കരിങ്കല്ല എന്റെ മനസ്സില് അല്ലേ? പറഞ്ഞില്ലേ നീയെ? എന്തിനാ എന്റെ മോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയത്? എന്തിനാ വെറുതെ ആശിക്കാൻ പോയത്? ഈ തോളത്തിട്ട് പാട്ടുപാടി ഉറക്കിയിട്ടില്ലേ നിന്നെ ഞാൻ? നീ അണ്ണാന്നല്ലേ ഇതുവരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെ എന്തിനാ വെറുതെ കരയുന്നത്? കണ്ടോ ഇവള് കരയണത്? തെരുവിന്ന് കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോ അച്ഛാന്ന് വിളിക്കാനല്ലേ എന്നെ പഠിപ്പിച്ചത്. ഇന്ന് വരെ ഞാൻ അങ്ങനെയല്ലേ വിളിച്ചിട്ടുള്ളൂ. 1.5 വയസ്സുള്ള ഇവളെ ഈ കൈത്തണ്ടേ വെച്ച് വരുമ്പോ പെങ്ങളാണെന്ന് കരുതാനല്ലേ പറഞ്ഞത്. ഇതുവരെ ഞാൻ അങ്ങനെയല്ലേ കരുതിയിട്ടുള്ളൂ. പിന്നെ എന്തിനാ വെറുതെ?
ഇല്ല. കഴിക്കണ്ടേ? വേണം, വാ. എല്ലാവരെയും പോലെ ഞാനും ചിന്തിക്കുന്നു എന്നീ വിചാരിക്കരുത്. ഇപ്പോ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ. സത്യത്തിന് നേർക്ക് കണ്ണടച്ചുകൊണ്ടായില്ലല്ലോ. ഇപ്പോ സാവിത്രിക്കുട്ടിയുടെ വിധിയെ എനിക്ക് പേടിയാണ്. ഈ കാക്കരക്കടവിനെയും. നന്മകളുള്ള ഒരു മനസ്സുണ്ടാവണത് ചിലപ്പോഴെങ്കിലും ഒരു കുറ്റമാണോ? നിന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷേ വേണ്ട ശങ്കു, നീ പോലും അറിയാതെ നിന്റെ മനസ്സിപ്പോ അവളിലേക്ക് അടുക്കുകയാണ്. ചിലപ്പോ സഹതാപം കൊണ്ടാവാം, അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ആരാധന കൊണ്ട്. ഇനി ഒരു ദുരന്തം കൂടി വേണ്ട. ആശ കൊടുക്കല്ലേ എന്റെ മോക്ക്. തിരിച്ചു പോകാൻ വന്ന ഒരു നാടോടിയല്ലേ നീ. നിനക്ക് തിരിച്ചു പോകാതെ പറ്റില്ല. മറന്നേക്ക്. അച്യുതൻ നായരുടെ നല്ല കാലം. ഇനി തമ്പുരാന്റെ സഹായമില്ലാതെ ജീവിച്ചു പോകും. കാവലിടക്കാനും വക്കാലത്ത് പിടിക്കാനും ഇപ്പൊ വേറെ ആളുണ്ടല്ലോ. ഒരു ചായ. തമ്പുരാൻ പഠിപ്പുര കയറുന്നതില ചിലർക്കൊക്കെ മുറുമുറുപ്പ്. ഊരും പേരും ജാതിയും ഇല്ലാത്ത നാക്കൊക്കെ അവിടെ കയറി അങ്ങ് നിരങ്ങ. പ്രതാപവർമ്മ തമ്പുരാൻ ആരാണെന്ന് കാക്കര കടവുകാർക്കറിയാം. അത് അറിഞ്ഞുകൂടാത്തവർക്കൊന്നും പറഞ്ഞു കൊടുക്ക എന്റെ കുഞ്ഞൂട്ടി നായരെ. മതി മതി, നിർത്ത്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറ. അതാണത്തോ. പറയാനുള്ളവര് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞോളൂ. അതൊക്കെ നീ കാണാനും കേൾക്കാനും പോകുന്നേ ഉള്ളൂ. നിന്നെ ഒന്നും തല്ലിയിട്ട് കാര്യമില്ല. ആർക്കോ വേണ്ടി കുറയ്ക്കുന്ന വാലാട്ടി പട്ടിയല്ലേ നീയൊക്കെ. ഒന്നും എവിടെയും കരുതി വെച്ചിട്ടല്ല ശംഖു നടക്കുന്നത്. തിരിച്ചെല്ലാവുന്ന ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. പറഞ്ഞേക്ക് തമ്പുരാനോട്. ഇന്ന് വരെ തമ്പുരാനെതിരായിട്ട് കാക്കരക്കടൽ ഒരുത്തനും മിണ്ടിയിട്ടില്ല. പിന്നെയല്ലേ എവിടുന്ന് വന്ന ഒരു വരുത്തൻ, അതും ഒരു തെരുവ് തണ്ടി. ഇതൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? പറഞ്ഞു. അപ്പോഴല്ലേ അവന്റെ വീരവാദം പറച്ചില്. രണ്ടും കൽപ്പിച്ച അവന്റെ നടപ്പ്. തമ്പുരാൻ അവന് വെറും പുല്ലാത്രേ. എന്റെ എച്ചിൽ നിന്നിട്ട് ഇവിടെ വന്നത് പറയാൻ നാണമില്ലടാ നിനക്കൊക്കെ. ഒറ്റ കുത്തിന് മലത്തിയാന്. പിന്നെ തമ്പുരാനോടൊരു വാക്ക് ചോദിച്ചിട്ടാവാന്ന് കരുതിയാ വന്നത്. തമ്പുരാൻ എന്നൊന്ന് മൂളിയാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. പൊളിക്കണല്ല. ഇവിടെ കണ്ടുവരും. കൊന്നോളൂ ഞാൻ. വരാൻ അച്ഛനേരെ അനന്തരവൾക്ക് യോഗ്യനാവൃത്തിനെ കണ്ടുപിടിച്ചു താൻ അല്ലേ? തിന്ന ചോറിന് നന്ദിയില്ലാത്ത നെറികെട്ടോൻ. എന്നെ തല്ലി കൊല്ലിച്ചിട്ട് ആ തെണ്ടിയെ തറവാട്ട് വാഴിക്കാന്ന് വിചാരിച്ചോളൂ താൻ. അല്ല കേക്കണ്ട. സാവിത്രിക്കുട്ടിയെ കഥ തുറക്ക. കഥ തുറക്കടി.
പ്രതാപോർമ്മയുടെ മുമ്പിൽ മാത്രം നീ അങ്ങനെ ശീലാവതിയാ വേണ്ട. കഥ തുറക്കാനാ പറഞ്ഞേ. ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. കഥ തുറക്കാൻ ചവിട്ടി പൊളിക്കണോ ഞാൻ? പ്രതാപോർമ്മേ ഇറങ്ങടാ വിളിയിൽ. ഇറങ്ങാനാ പറഞ്ഞത്. ഇനി ഈ തറവാടിന്റെ മുറ്റത്ത് ചവിട്ടി പോരുത്. ഇറങ്ങാൻ. അമ്മേ തീരടാ തറവാടിന്. എരിഞ്ഞു തീരട്ടെ എല്ലാം. ഓർക്കണം തമ്പുരാനെ, അമ്മ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഈ കാല് പിടിക്കാൻ ഞാൻ. പ്രതാപോർമ്മ തോറ്റോടി പോവാൻ ആരും കരുതണ്ട. നീയൊക്കെ എന്റെ അന്നം തിന്നിട്ടുണ്ടേലേ, അതെങ്ങനെ മുതലാക്കണമെന്ന് എനിക്കറിയാം. നോക്കിക്കോ. വരുന്നില്ലാൻ തന്നെയാണോ നിന്റെ തീരുമാനം? നിർബന്ധിച്ച് വിളിച്ചാൽ ഞാൻ വരും. വേണ്ട, വിളിക്കരുത്. ദൈവം എനിക്ക് തന്ന വരമാണെന്ന് നിനക്കെന്തെങ്കിലും പറ്റിയാൽ? ഒന്നും പറ്റില്ല. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. എന്നെ വിശ്വാസമില്ലേ? ഞാൻ വരും. അടുത്ത ക്യാമ്പിലെത്തി ആളുകൾ കൂടുന്നതിന് മുമ്പ്, കളി തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഞാൻ വരും. എന്നാലും നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നതിലേ ഉള്ളൂ പ്രയാസം. അണ്ണാ മോളെ, ഞാൻ വരും. അണ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മോളുള്ളപ്പോ ഒരാപത്തും വരുത്തൂല ദൈവം. കരയണ്ട. എടോ വെട്ടിരിമ്പേ, ആ ശംഖു വന്നു ഇവിടെ. ഇവിടെ വന്നില്ല. ദേവി ഇല്ല, ഞാൻ വന്നത് ആരും കണ്ടിട്ടില്ല. എനിക്കല്പം സംസാരിക്കാനുണ്ട്. താഴെ കാത്തിരിക്കാം. എന്തായി കാണിച്ചത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തമ്പുരാന്റെ ആൾക്കാർ തേടി നടക്കുക. പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പോവായിരുന്നില്ല എവിടേക്കെങ്കിലും. അവരുടെ കണ്ണിപ്പെട്ട ജീവനോടെ വെച്ചേക്കില്ല. ഒറ്റയ്ക്ക് പോവില്ല ഞാൻ. എല്ലാം തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. വേണ്ട, അങ്ങനെയൊന്നും തീരുമാനിക്കണ്ട. വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ആ മനസ്സ് അങ്ങനെ പറയില്ല. എനിക്ക് ഉറപ്പാ, ഞാൻ വിളിച്ച ദേവി വരും. ഇല്ല, ഞാൻ വരില്ല. വരണം. ശാപങ്ങളുടെ ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടണം. ദേവിയും കൊണ്ടേ ഞാൻ പോകൂ. ദൈവമേ, ദൈവം അനുഗ്രഹിക്കും, കാത്തു രക്ഷിക്കും. അത്രയേറെ പ്രാർത്ഥിച്ചിട്ടില്ലേ ദൈവത്തോട്? എത്ര പ്രാർത്ഥിച്ചാലും ഈ വിധിയിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. ദൈവം ഇത് ഇവിടുന്ന് പോണം. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടാ മതി എനിക്ക്. ഒരു ജന്മം മുഴുവൻ കരഞ്ഞു തീർക്കാൻ ഇവിടെ വിട്ടിട്ട് ഞാൻ പോവില്ല. സ്നേഹിച്ചു പോയി ഞാൻ. തമ്പുരാനെ എനിക്ക് പേടിയില്ല, ദേവിയുടെ വിധിയെയും പേടിയില്ല. ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം ദേവിക്കൊരു ജീവിതം തന്നിട്ട് ഞാൻ മരിച്ചോളാം. ആരാവിടെ? ഞാൻ ആൽത്തറയിലുണ്ടാവും, പോവൂല. ദേവി വരണവരെ കാത്തിരിക്കും.
അങ്ങനെ ഒരു വരുത്തനും ഈ കാക്കര കടവിൽ വിലസണ്ട. തല്ലി കൊല്ലണ ഈ പട്ടിയെ. എല്ലാരും ഇവിടെ തല്ലി കൊല്ലും അതിനെ. വേണ്ടെന്ന് പറയൂ ഇതുവരെ സാവിത്രിക്കുട്ടി ജയിച്ചു. ഇനിയിപ്പോ എനിക്ക് ജയിക്കാൻ നിവർത്തിയില്ലല്ലോ. അതുവരെ കൊണ്ട് എത്തിച്ചില്ലേ കാര്യങ്ങൾ? ഇല്ലേ? ഒരുപാട് ക്ഷമിച്ചില്ലേ ഞാനൊരു ദുഷ്ടനാണെന്ന് സാവിത്രിക്കുട്ടി കരുതുന്നുണ്ടാവും. അത്ര വലിയ ദുഷ്ടനാണോ ഞാൻ? മോഹിച്ചത് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചു. അത് ഈ പ്രതാപവർമ്മയ്ക്ക് കിട്ടിയേ പറ്റൂ. കരച്ചിൽ നിർത്തടി. നിർത്താൻ. ശങ്കു, ഇയാളെ കൊന്നുകൊണ്ട് ഒക്കത്തിനും പരിഹാരമാവോ? നീ ഒരു കൊലപാതകയായിട്ട് ഇനി ഒരു ദുരന്തം കൂടി കെട്ടിവെക്കണോ ഇവളുടെ തലയില്? കൊണ്ടുപോയിക്കോളൂ. ഇനി ആരും തടയാനില്ല. പാണപ്പുഴ കടന്നാൽ തന്റെ ഒരു ലോകമില്ലേ, നാടോടിയുടെ വിശാലമായ ലോകം. ശങ്കു, കൊണ്ടുപോയിക്കോളൂ. നിനക്ക് നല്ലതേ വരുമോളെ.